ज्योति जगा लो, होगा दूर अंधेरा। ओम शांति। ഓം ശാന്തി. ഇന്ന് 17/11/2024 അവ്യക്തമുരളി റിവൈസ് ഡേറ്റ് 30/11/2002. ഇന്നത്തെ മുരളിയുടെ ഹെഡിങ് ആണ് रिटर्न शब्द की स्मृति से समान बनो और रिटर्न जर्नी के स्मृति स्वरूप बनो. അതായത് റിട്ടേൺ എന്ന ശബ്ദത്തിൻ്റെ സ്മൃതിയിലൂടെ സമാനമായി മാറൂ, അതുപോലെ റിട്ടേൺ ജേണി അതിൻ്റെ സ്മൃതി സ്വരൂപമാകൂ. ഇതാണ് ഇന്നത്തെ മുരളിയുടെ ഹെഡിങ്. ആജ് ബാപ് ദാദാ अपने चारों ओर के दिल तख्तनशीन, भृगुड़ी के तख्तनशीन, विश्व के राज्य के तख्तनशीन स्वराज अधिकारी बच्चों को देख हर्षित हो रहे हैं. അപ്പോൾ ഇന്ന് ബാബ്ദാദ തൻ്റെ നാനാഭാഗത്തുള്ള ഹൃദയ സിംഹാസനാധാരി കുട്ടികളെ, അതുപോലെ ഭൃഗുടി സിംഹാസനാധാരി, വിശ്വരാജ്യ സിംഹാസനാധാരി, സ്വരാജ്യ അധികാരി കുട്ടികളെ കണ്ട് വളരെയധികം ഹർഷിതമാകുകയാണെന്ന് പറയാം. പരമാത്മാ ദിൽ തത്ത് സാരേ കൽപ്പമേ അബ് ആപ് സിക്കി ലതേ ലാഡ്ലെ ബച്ചോം കോ ഹി പ്രാപ്ത ഹോത്താ ഹേ. അപ്പം ബാബ പറയുന്നത് പരമാത്മാവിൻ്റെ ഹൃദയ സിംഹാസനം ഈ മുഴുവൻ കൽപ്പത്തിലും ഇപ്പോൾ താങ്കൾ കളഞ്ഞിപ്പോയി തിരികെ കിട്ടിയ ഓമനകളായ കുട്ടികൾക്കാണ് പ്രാപ്തമാകുന്നത്. ഭൃഗുടി കാ തത്വ തോ സർവ ആത്മാവോം കോ ഹേ, ലേക്കിൻ പരമാത്മാ ദിൽ തത് ബ്രാഹ്മണാത്മാവോം കെ സിവായി കിസി കോ പ്രാപ്ത നഹി ഹേ. അപ്പം ബാബ പറയണത് ഭൃഗുടി സിംഹാസനം അത് എല്ലാ ആത്മാക്കൾക്കുണ്ട് അല്ലേ. അതായത് ഏതൊരാത്മാവാണോ ശരീരം ധാരണ ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള എല്ലാ ആത്മാക്കൾക്കും ഭൃഗുടി സിംഹാസനമുണ്ട്. കാരണം ആ ശരീരത്തിലെ ഭൃഗുടിയിലാണല്ലോ ആത്മാവിൻ്റെ സിംഹാസനം. ആത്മാവ് അവിടെ ഭൃഗുടിയിലാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ശരീരം ധാരണ ചെയ്തിട്ടുള്ള എല്ലാ ആത്മാക്കൾക്കും ഭൃഗുടി സിംഹാസനമുണ്ട്. പക്ഷെ ബാബ പറയുന്നത് പരമാത്മാ ഹൃദയസിംഹാസനം, പരമാത്മാവിൻ്റെ ഹൃദയസിംഹാസനം എന്ന് പറയുന്നത് താങ്കൾ ബ്രാഹ്മണ ആത്മാക്കളെ കൂടാതെ വേറെ ആർക്കും പ്രാപ്തമാകാൻ കഴിയില്ല എന്ന് പറയാ ബാബ. യഹ് ദിൽ തഖ്ത് ഹി വിശ്വകാ തഖ്ത് ദിലാത്താ ഹേ. ഈ ഹൃദയസിംഹാസനം തന്നെയാണ് പിന്നീട് നിങ്ങൾക്ക് വിശ്വസിംഹാസനവും ഇതിലൂടെ തന്നെയാണ് കിട്ടുന്നത് എന്ന് പറയാ ബാബ. वर्तमान समय स्वराज्य अधिकारी बने हो, हर एक ब्राह्मण आत्मा का स्वराज्य गले का हार है. ബാബ പറയണ ഈ വർത്തമാന സമയത്ത് നിങ്ങളെ സ്വരാജ്യ അധികാരിയായി മാറിയിട്ടുണ്ട്. ഓരോ ബ്രാഹ്മണൻ്റെയും ഓരോ ബ്രാഹ്മണ ആത്മാവിൻ്റെയും കഴുത്തിലെ മാലയാണ് സ്വരാജ്യം. സ്വരാജ്യ ആപ്കെ ജന്മ കാ അധികാർ ഹേ. താങ്കൾ കുട്ടികളുടെ ജന്മസിദ്ധ അധികാരമാണെന്ന് പറയാ ബാബ സ്വരാജ്യം. ऐसे സ്വയം കോ ഏസാ സ്വരാജ്യ അധികാരി അനുഭവ കർത്തേ ഹോ. അപ്പം ബാബ ചോദിക്കുകയാണ്, ഇങ്ങനെ സ്വയത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സ്വരാജ്യ അധികാരി എന്ന അനുഭവം ചെയ്യുന്നുണ്ടോ? ഓരോ ബ്രാഹ്മണാത്മാക്കളും സ്വയത്തിൽ സ്വരാജ്യ അധികാരി എന്ന അനുഭവം ചെയ്യുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കുക. അപ്പം സ്വരാജ്യ അധികാരി എന്നുള്ളത് അനുഭവം ചെയ്യണമെങ്കിൽ നമ്മളുടെ
കർമ്മേന്ദ്രിയങ്ങൾ നമ്മളുടെ ആജ്ഞയ്ക്കനുസരിച്ച് നടക്കണം, അല്ലേ? ആത്മാവ് എന്താണോ പറയുന്നത്, ആജ്ഞാപിക്കുന്നത്, അതിനനുസരിച്ച് കർമ്മേന്ദ്രിയങ്ങൾ നടക്കണം. അപ്പോഴാണ് സ്വരാജ്യ അധികാരി. അതായത് ഇന്നതേ കാണാവൂ, ഇന്നത് കാണരുതെന്ന് പറയുമ്പോൾ ആ കാണുന്നത് വിചാരിക്കുന്നതേ കാണാൻ പാടുള്ളൂ. എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതേ പറയാൻ പാടുള്ളൂ. എന്താണ്, ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷെ വന്നു പോയി. കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല, കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷെ കേട്ടുപോയി. അങ്ങനെയുള്ളതിനെ സ്വരാജ്യ അധികാരി എന്ന് പറയില്ല, അല്ലേ? അതായത് നമ്മളെന്താണോ, ആത്മാവ് എന്താണോ ആജ്ഞാപിക്കുന്നത് അത് കർമ്മേന്ദ്രിയങ്ങൾ അനുസരിക്കണം. അപ്പോഴാണ് അവിടെ സ്വരാജ്യ അധികാരി എന്നുള്ളത് വരിക. ആ ഒരു അനുഭവം അപ്പോഴാണ് ലഭിക്കുന്നത്. അതാ ബാബ ചോദിക്കുന്നത്, നിങ്ങൾ സ്വയത്തിൽ സ്വരാജ്യ അധികാരി എന്ന അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ, ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക ബാബ. दिल में यह दृढ़ संकल्प है कि हमारे इस बर्थ राइट को कोई छीन नहीं सकता. അപ്പം ബാബ പറയുന്ന ഹൃദയത്തിൽ ഈ ഒരു ദൃഢസങ്കല്പമുണ്ട്. അതായത് ഞങ്ങളുടെ ഈ ഒരു ജന്മസിദ്ധ അധികാരം ആർക്കും തട്ടിയടക്കാൻ സാധിക്കില്ല. സാത്ത് സാത്ത് യഹ് ബി റുഹാനി നശാ ഹേ കി ഹം പരമാത്മാ ദിൽ തഖ്ത് നശീൻ ബി ഹേ. അപ്പം ബാബ പറയാണ്, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ആത്മീയ ലഹരിയും നിങ്ങൾക്കുണ്ട്. അതായത് ഞങ്ങൾ പരമാത്മാവിൻ്റെ ഹൃദയ സിംഹാസനാധാരി കൂടിയാണ്, അല്ലേ? നമ്മൾ ബ്രാഹ്മണാത്മാക്കൾ സ്വരാജ്യ അധികാരികളുമാണ്. അതോടൊപ്പം തന്നെ പരമാത്മാവിൻ്റെ ഹൃദയ സിംഹാസനാധാരി കൂടിയാണ് എന്നുള്ള ഒരു ലഹരി ഇതോടൊപ്പം തന്നെ ഉണ്ടെന്ന് പറയാം ബാബ. मानव जीवन में तन्में भी विशेष दिल ही महान गाई जाती है. അതായത് മനുഷ്യജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ വിശേഷപ്പെട്ട ഒരു അവയവമെന്ന് ഹൃദയത്തെയാണല്ലോ പറയുന്നത്. ബാബ പറയുന്നത് വിശേഷപ്പെട്ടത് ഹൃദയം എന്നാണ്. മഹിമ, ഹൃദയത്തിന് മഹത്വമുണ്ടെന്ന് പറയാം. ദിൽ രുക്ക് ഗയേ തോ ജീവൻ സമാപ്ത്, അല്ലേ? ഹൃദയമെടുപ്പ് നിന്ന് കഴിഞ്ഞാൽ ജീവിതം കഴിഞ്ഞു. तो आध्यात्मिक जीवन में भी दिल तख्त का बहुत महत्व है. ഈ ആധ്യാത്മിക ജീവിതത്തിലും ഹൃദയ സിംഹാസനത്തിന് വളരെയധികം മഹത്വമുണ്ട് എന്ന് പറയാ ബാബ. ജോ ദിൽ തഖ്ത് നശീൻ ഹേ വഹി ആത്മായേം വിശ്വമേം വിശേഷാത്മായേം ഗായി ജാതി ഹേ. അപ്പം ബാബ പറയണ, ആരാണോ ഹൃദയ സിംഹാസനാധാരികളായിട്ടുള്ള കുട്ടികൾ, ആ ആത്മാക്കൾ വിശ്വത്തിലും വിശേഷാത്മാക്കളായിട്ട് പാടപ്പെട്ടിട്ടുണ്ട്. വഹി ആത്മായേം ഭക്തോം കെ ലിയെ മാലാ കെ മൺകം കെ രൂപമേ സിമരി ജാതി ഹേ. അപ്പം ബാബ പറയണ, അതേ ആത്മാക്കൾ തന്നെയാണ് ഭക്തരുടെ മാലയിൽ, അതായത് ഭക്തര് മാല സ്മരിക്കുന്നുണ്ടല്ലോ, ആ മാല സ്മരിക്കുന്നതിൽ ആ മണിയായിട്ട് ഈ ആത്മാക്കൾ തന്നെയാണ് മാറുന്നത്. വഹി ആത്മായേം കോട്ടോമേം കോയി കോയിമേം ബി കോയി ഗായി ജാതി ഹേ. ഈ ആത്മാക്കളെ തന്നെയാണ് കോടിയിലും ചിലർ അതിലും ചിലർ എന്ന് പാടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ബാബയുടെ ഈ ഒരു സമയത്ത് ബാബയുടെ ഹൃദയ സിംഹാസനാധാരിയായിട്ടിരിക്കുന്ന കുട്ടികൾ, അവർക്ക് എന്തൊക്കെയുണ്ട് മഹിമ? അതായത് വിശ്വത്തിൽ വിശേഷ ആത്മാവായിട്ട് അവരെ പാടപ്പെടുന്നുണ്ട്. പിന്നെ ഭക്തർ സ്മരിക്കുന്ന മാലയിൽ മണിയായിട്ടും അവർ വിശേഷമായിട്ട് അവർ വരുന്നുണ്ട്. അതുപോലെ കോടിയിലും ചിലർ അതിലും ചിലർ എന്ന മഹിമയും അവർക്കുണ്ട്. തോ വഹ് കോൻ ഹേ, അങ്ങനെയാണെങ്കിൽ അത് ആരാണ് എന്ന് ബാബ ചോദിക്കുക. ആപ്പ് ഹോ, താങ്കളല്ലേ. പാണ്ഡവ് ബി ഹേ മാതായേം ബി ഹേ, അതിൽ പാണ്ഡവരുമുണ്ട് മാതാക്കളുമുണ്ട്. ഹാത്ത് ഹിലാ രഹേ ഹേ. അപ്പം ബാബ കുട്ടികൾ കൈകൾ വീശി കാണിക്കുക. തോ ബാപ്പ് കഹത്തെ ഹേ ലാഡ്ലെ ബച്ചേ കബി കബി ദിൽ തഖ്ത് കോ ചോട്ട്കർ ദേഹരൂപി മിട്ടി സേ ക്യൂം ദിൽ ലഗാത്തെ ഹോ. ബാബ ചോദിക്കുകയാണ് കുട്ടികളുടെ അടുത്ത്, ഓമനകളായ കുട്ടികളെ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് ഈ ഹൃദയ സിംഹാസനം ഉപേക്ഷിച്ച് ദേഹരൂപമാകുന്ന ഈ മണ്ണിലേക്ക് നിങ്ങൾ എന്തിനാണ് ഹൃദയം വയ്ക്കുന്നത്?
മനസ്സ് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് ബാബ ചോദിക്കാം. ദേഹ മിട്ടി ഹേ, ദേഹം എന്ന് പറയുന്നത് മണ്ണാണ്. तो लाडले बच्चे कभी मिट्टी में पाँव नहीं रखते हैं, सदा तख्त पर, गोदी में या അതീന്ദ്രിയ സുഖ के झूले में झूलते हैं. ബാബ പറയാണ്, അതായത് ഓമനകളായ കുട്ടികൾ അവർ ഒരിക്കലും മണ്ണിൽ കാലുകൾ വയ്ക്കില്ല. അവർ സിംഹാസനത്തിലായിരിക്കും, ഇല്ലെങ്കിൽ മടിത്തട്ടിലായിരിക്കും, ഇല്ലെങ്കിൽ അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടുകയായിരിക്കും. आपके लिए बाप दादा ने भिन्न भिन्न झूले दिए हैं, कभी सुख के झूले में झूलो, कभी खुशी के झूले में झूलो, कभी ആനന്ദമയ झूले में झूलो. ബാബ പറയുന്നത്, താങ്കൾക്ക് വേണ്ടിയിട്ട് ബാപ് ദാദ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള ഊഞ്ഞാലുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങളിടയ്ക്ക് സുഖത്തിൻ്റെ ഊഞ്ഞാലിലാടൂ, ഇടയ്ക്ക് നിങ്ങൾ സന്തോഷത്തിൻ്റെ ഊഞ്ഞാലിലാടൂ, ഇടയ്ക്ക് ആനന്ദമയമായ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കൂ എന്ന് പറയാം ബാബ. അപ്പോൾ ബാബ ദാ പറയുന്നത്, അതായത് ബാബയുടെ കുട്ടികൾ, ബാബയുടെ ഹൃദയ സിംഹാസനാധാരിയായിട്ടിരിക്കുന്ന കുട്ടികൾ ഒരിക്കലും മണ്ണിൽ കാലുവയ്ക്കില്ല. അവർ സദാ ഹൃദയ സിംഹാസനത്തിലായിരിക്കും, ഇല്ലെങ്കിൽ അവർ ബാബയുടെ മടിത്തട്ടിലായിരിക്കും, ഇല്ലെങ്കിൽ അവർ എവിടെയായിരിക്കും, അതായത് അതീന്ദ്രിയ സുഖത്തിൻ്റെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതാ ബാബ പറയുന്നത്. അപ്പം ബാബ നമുക്ക് പലതരത്തിലുള്ള ഊഞ്ഞാലുകൾ നൽകിയിട്ടുണ്ട്. അതായത് സുഖത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആനന്ദമയം എല്ലാത്തിൻ്റെയും ഊഞ്ഞാലുകൾ തന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പം അതിലൊക്കെ ഇരുന്നിട്ട് ആടൂ എന്ന് പറയാം ബാബ. तो आज बाप दादा ऐसे श्रेष्ठ बच्चों को देख रहे थे कि कैसे नशे से झूले में झूल रहे हैं. ബാബ ഇന്ന് ബാബ് ദാദ ഇങ്ങനെയുള്ള ശ്രേഷ്ഠ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് എത്രമാത്രം ലഹരിയോടെയാണ് അവർ ഈ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുന്നത്. ജൂൽത്തേ രഹത്തേ ഹോ, ആടിക്കൊണ്ടിരിക്കുന്നില്ലേ, ജൂൽത്തേ ഹോ, ആടുന്നില്ലേ എന്ന് ബാബ ചോദിക്കാം. मिट्टी में तो नहीं जाते, कभी कभी दिल होती है क्या मिट्टी में पाँव रखने की. ബാബ ചോദിക്കുകയാണ്, മണ്ണിലേക്ക് കാല് പോകരുത്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സ് പോകുന്നുണ്ടോ ആ മണ്ണിലേക്ക് കാല് പോകാനായിട്ട്, നിങ്ങളുടെ മനസ്സ് അതിലേക്ക് പോകുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കാം. ക്യോंकि 63 ജന്മ മിट्टी में ही पाँव रखते, मिट्टी से ही खेलते. ബാബ പറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയോ, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സ് ആ മണ്ണിൽ കാല് വയ്ക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് എന്ന് ബാബ പറയുന്നത്, 63 ജന്മം നമ്മൾ മണ്ണിൽ തന്നെയായിരുന്നു, മണ്ണിനോട് തന്നെയായിരുന്നു നമ്മുടെ കളി എന്ന് പറയാം ബാബ. തോ അബി തോ നെഹി മിട്ടി സേ കേൾത്തേ, ഇപ്പോൾ നിങ്ങൾ മണ്ണിൽ കളിക്കരുത്. കബി കബി മിട്ടി മേ പാവ് ജാത്താ ഹേ കി നെഹി ജാത്താ ഹേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മണ്ണിൽ കാല് പോകുന്നുണ്ടോ അതോ പോകുന്നില്ലേ. കബി കബി ചലാ ജാത്താ ഹേ, ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് എന്ന് ബാബ പറയാം. ദേഹ്ബാൻ ബി മിട്ടി മേ പാവ് രക്കനാ ഹേ. അപ്പോൾ ഈ മണ്ണിൽ കാല് വെക്കുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്, ദേഹഭാരം അല്ലെങ്കിൽ ദേഹാഭിമാനം. ഈ ദേഹാഭിമാനത്തിലേക്ക് പോകുന്നതിനെയാണ് ബാബ മണ്ണിൽ കാല് വയ്ക്കുക എന്ന് പറയുന്നത്. കാരണം ദേഹം മണ്ണാണ്, അത് 5 തത്വങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണല്ലോ ഈ ശരീരം. അപ്പം അത് മണ്ണാണ്, മണ്ണിനോട് തന്നെ ചേരുന്ന കേട്ടിട്ടില്ലേ. അപ്പം ഈ മണ്ണിലേക്ക് കാല് വെക്കുക എന്ന് പറയുന്നത് ബാബ എന്താ അർത്ഥമാക്കുന്നത്, ദേഹാഭിമാനത്തിലേക്ക് പോകാം. ഇടയ്ക്കിടയ്ക്ക് ആ ദേഹാഭിമാനത്തിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്, അതാ ബാബ പറയുന്നത്. കാരണം ബാബ പറയുന്നത് എന്തുകൊണ്ടാണ്, 63 ജന്മം ദേഹാഭിമാനത്തിൽ തന്നെയായിരുന്നു, അതുകൊണ്ടാണ് കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് മാറുന്നത് എന്ന് പറയാം ബാബ. അങ്ങനെ അതുകൊണ്ടാണ് അവർക്ക് അതിലേക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ തോന്നുന്നതെന്ന് പറയാം ബാബ. അപ്പം ബാബ പറഞ്ഞ ദേഹ അഭിമാൻ തോ ബഹുത്ത് ഗഹരി മിട്ടി മേ പാവ് ഹേ. ദേഹാഭിമാനം എന്ന് പറയുന്നത് വളരെ ആഴത്തിലുള്ള മണ്ണിൽ കാലുവെക്കലാണ്. ദേഹ അഭിമാൻ तो बहुत गहरी में पाव है, लेकिन देहबान अर्थात बॉडी कॉन्ഷ്യസ് यह भी मिट्टी है. ദേഹഭാരം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, ബോഡി കോൺഷ്യസ്.
ഇതും മണ്ണ് തന്നെയാണെന്ന് പറയാം ബാബ. ജിത്ന സംഗം കാ സമയ സ്യാദാ സേ സ്യാദാ തക്ത് നശീൻ ഹോंगे उतना ही आधा कल्प सूर्यवंश की राजधानी में और चंद्रवंश में भी सूर्यवंश के राज्य घराने में होंगे. അപ്പം ബാബ പറയണത്, നിങ്ങൾ എത്രമാത്രം ഈ സംഗമ സമയത്ത് ബാബയുടെ ഹൃദയ സിംഹാസനത്തിലിരിക്കുന്നുവോ അത്രയും തന്നെ പകുതി കൽപ്പം നിങ്ങൾ സൂര്യവംശ രാജധാനിയിലും അതുപോലെ തന്നെ ചന്ദ്രവംശ രാജധാനിയിലും നിങ്ങൾ രാജകുലത്തിൽ വരും. എത്ര മാത്രം സമയം നമ്മൾ ബാബയുടെ ഹൃദയ സിംഹാസനത്തിൽ ഈ സംഗമ സമയത്തിരിക്കുന്നുവോ അപ്പം അത്രയും കൂടുതൽ സമയം നമ്മൾ ഏതിൽ വരും? സൂര്യവംശി രാജധാനിയിലും ചന്ദ്രവംശി രാജധാനിയിലും രാജകുലത്തിൽ വരും. അതാ ബാബ പറയുന്നത്. അഗർ अभी संगम पर कभी कभी तख्तनशीन होंगे तो सूर्यवंश के रॉयल फैमिली में इतना ही थोड़ा समय होंगे. ഇപ്പം നമ്മൾ വളരെ കുറച്ച് മാത്രമേ ബാബയുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു എങ്കിൽ സൂര്യവംശി രാജധാനിയിലും വളരെ കുറച്ച് സമയമേ നമ്മൾ വരൂ. അതാ ബാബ പറയുന്നത്. തഖ്തനശീൻ ചാഹെ ടേൺ ബൈ ടേൺ ഹോंगे लेकिन रॉयल फैमिली രാജ്ഘരാനെ കെ ആത്മാവോം കെ സദാ സംബന്ധ മേം ഹോंगे. അപ്പൊ ബാബ പറയുന്നത്, സിംഹാസനം എന്ന് പറയുന്നത് ഒരാൾക്കല്ലേ ലഭിക്കുള്ളൂ. അതിന് ഓരോരോ അവസരത്തിനനുസരിച്ച് ടേൺ ബൈ ടേൺ ആയിട്ടാണ് സിംഹാസനം ലഭിക്കുക. അതൊരാൾക്കേ ലഭിക്കുള്ളൂ. പക്ഷെ ബാബ പറയുന്നത് എന്താണ്? റോയൽ പരിവാരത്തിൽ വന്നു കഴിഞ്ഞാൽ രാജകുലത്തിലുള്ളവരുമായി, അല്ലെ, രാജ്യം ഭരിക്കുന്ന രാജകുലത്തിലുള്ളവരുമായി സംബന്ധ സമ്പർക്കത്തിൽ സദാ വരും. റോയൽ ഫാമിലിയിൽ ഉള്ളവരെല്ലാവരും അങ്ങനെയാണല്ലോ. ആ രാജകുലത്തിൽ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്നവരുടെ ആ സംബന്ധ സമ്പർക്കത്തിൽ സദാ വരും. അത് ബാബ പറയുന്നത്. तो चेक करो कि संगम युग के आदि समय से अब तक चाहे 10 साल हुए हैं, चाहे 50, चाहे 66 साल हो गए, लेकिन जब से ब्राह्मण बने तब आदि से अब तक कितना समय दिल तख्तनशीन സ്വരാജ് തഖ്തനശീൻ രഹേ. അതുകൊണ്ട് ബാബ ചെക്ക് ചെയ്യാൻ പറയാണ്. സംഗമയുഗത്തിൻ്റെ ആദി മുതൽ ഇപ്പോൾ വരെ, അതായത് അത് 10 വർഷമായാലും 50 വർഷമായാലും 66 വർഷമായാലും. അപ്പം സംഗമയുഗം എന്ന് പറയുന്നത് ബാബ വന്നിട്ട് ഇപ്പോൾ 88 വർഷമായി. പക്ഷെ ബാബ പറയുന്നത് സംഗമയുഗത്തിൻ്റെ ആദ്യം മുതൽ എന്ന് പറയുന്നത് നമ്മൾ എന്നാണോ ബ്രാഹ്മണനായി മാറിയത്, ചിലപ്പോൾ 10 വർഷമായിട്ടുണ്ടാകുള്ളൂ, ചിലപ്പോൾ 50 ആയിട്ടുണ്ടാകും, ചിലപ്പോൾ 66 ആയിട്ടുണ്ടാകും. നമ്മൾ എപ്പോഴാണോ ബ്രാഹ്മണനായി മാറിയത് അന്ന് മുതൽ ഇന്ന് വരെ, അതാണ് ബാബ ചെക്ക് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ എത്രത്തോളം സമയം ബാബയുടെ ഹൃദയ സിംഹാസനധാരിയായി സ്വരാജ്യ അധികാരിയായിട്ടിരുന്നിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ പറയാണ് ബാബ. ബഹുത്ത് കാൽ രഹ, നിരന്തർ രഹ, വാ കബി കബി രഹ. അതായത് നിങ്ങൾ കുറേ കാലം ഇരുന്നിട്ടുണ്ടോ, അതോ നിങ്ങൾ നിരന്തരമായിട്ടിരുന്നിട്ടുണ്ടോ, അതോ നിങ്ങൾ ഇടയ്ക്കിടയ്ക്കാണോ ഇരുന്നിട്ടുള്ളത്? സ്വരാജ്യ അധികാരിയും ബാബയുടെ ഹൃദയ സിംഹാസനധാരിയുമായിട്ട് നമ്മൾ എത്രത്തോളം ഇരുന്നിട്ടുണ്ട് എന്ന് ചെക്ക് ചെയ്യാനാണ് ബാബ പറയുന്നത്. ജോ പരമാത്മ തഖ്ത് നശീൻ ഹോഗ ഉസ്കി നിശാനി പ്രത്യക്ഷ ചലൻ ഓർ ചെഹരെ സെ സദാ ബേഫിക്കർ ബാദ്ഷാ ഹോഗ. ബാബ പറയുന്നത്, ആരാണോ പരമാത്മാവിൻ്റെ ഹൃദയ സിംഹാസനധാരി കുട്ടികൾ, അവരുടെ അടയാളമാണ് ഈ പ്രത്യക്ഷത്തിൽ അവരുടെ പെരുമാറ്റം, അവരുടെ മുഖം സദാ നിശ്ചിന്ത ചക്രവർത്തി. अपने मन में स्थूल बोझ तो सिर पर होता है, लेकिन सूक्ष्म बोझ मन में होता है. അത് സ്ഥൂലമായ ഭാരം തലയിലായിരിക്കും, അല്ലെ, ശിരസിലായിരിക്കും. പക്ഷെ ബാബ പറയുന്നത് സൂക്ഷ്മമായ ആ ഭാരം എവിടെയായിരിക്കും? മനസ്സിൽ. സൂക്ഷ്മമായ ഭാരം എവിടെയാണ് വരുന്നത്? മനസ്സിലായിരിക്കുന്നു ബാബ പറയാ. തോ മൻമേം കോയി ബോജ് നെഹി ഹോഗ. പക്ഷെ ഹൃദയ സിംഹാസനധാരികളായ കുട്ടികളാണെങ്കിൽ
അവരുടെ മനസ്സിലും ഒരു തരത്തിലുള്ള ഭാരവും ഉണ്ടായിരിക്കില്ല. ഫിക്കർ ഹേ ബോജ്, ബേഫിക്കർ ഹേ ഡബിൾ ലൈറ്റ്. ചിന്തയാണ് ഭാരമുണ്ടാക്കുന്നത്. ചിന്തയില്ലാതിരിക്കുകയാണെങ്കിലോ ഡബിൾ ലൈറ്റ് അല്ലേ. അഗർ കിസി ഭി പ്രകാർ കാ, ചാഹെ സേവാ കാ, ചാഹെ സംബന്ധ സമ്പർക്ക് കാ, ചാഹെ സ്ഥൂൽ സേവാ കാ, റുഹാനി സേവാ കാ ഭി ബോജ് നഹി. അതായത് ബാബ പറയുന്നത് അവർക്ക്, അതായത് എങ്ങനെയുള്ള കുട്ടികൾക്ക്, ബാബയുടെ ഹൃദയ സിംഹാസനധാരികളായിട്ടുള്ള കുട്ടികൾക്ക് ഏത് പ്രകാരത്തിലും, അതായത് സേവനത്തിലാകട്ടെ, അല്ലെങ്കിൽ സംബന്ധ സമ്പർക്കത്തിലാകട്ടെ, സ്ഥൂലമായ സേവയിലാകട്ടെ, ആത്മീയ സേവയിലാകട്ടെ, ഒരു തരത്തിലുള്ള ഭാരവും ഉണ്ടായിരിക്കില്ല. ക്യാ ഹോഗ, കൈസാ ഹോഗ, സഫലത ഹോഗി യാ നഹി ഹോഗി. അപ്പം ബാബ പറയുന്നത് എന്താകും, എങ്ങനെയാകും, സഫലത ഉണ്ടാകുമോ അതോ ഇല്ലയോ, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള, ഒരു പ്രകാരത്തിലുള്ള ചിന്തകളും ബാബയുടെ ഹൃദയസിംഹാസനധാരിയായിട്ടിരിക്കുന്ന കുട്ടികളിൽ ഉണ്ടാകില്ല. സോച്ചന പ്ലാൻ ബനാന അലഗ് ചീസ് ഹേ, ബോജ് അലഗ് ചീസ് ഹേ. അതായത് ചിന്തിക്കുക, പ്ലാൻ ഉണ്ടാക്കുക, അത് വേറെ കാര്യമാണ്. പക്ഷേ ഭാരം തോന്നിക്കുക എന്ന് പറയുന്നുണ്ടോ, അത് വേറെ കാര്യമാണ്. ഇപ്പം നമുക്കൊരു ബാബയുടെ ഒരു സേവനം ചെയ്യണം, അതിന് നമുക്ക് ആദ്യം ചിന്തിക്കണമല്ലോ, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, പ്ലാൻ ഉണ്ടാക്കണം. അപ്പോൾ ഒരു സേവനം ചെയ്യണമെങ്കിൽ ആദ്യം ചിന്തിക്കണം, അതിന് പ്ലാനും ഉണ്ടാക്കണം. ആ ബാബ പറയുന്നത് അത് വേറെ കാര്യം. പക്ഷേ ഭാരം വരാം, അതായത് സേവനം ചെയ്യണമല്ലോ, എങ്ങനെ ചെയ്യും, എന്താകും, അങ്ങനെ ചെയ്താൽ ശരിയാകുമോ, ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ, ഇങ്ങനെയുള്ള ഭയങ്കരമായ ചിന്തകൾ ഒരു ഭാരമായ മനസ്സിന് വന്നു കഴിഞ്ഞാൽ അത് വേറെയാണ്, അത് ഭാരമാണ്, ഡബിൾ ലൈറ്റ് ആയിരിക്കില്ല. അതാ ബാബ പറയുന്നത്. ബോജ് വാലേക്ക് നിഷാനി സദാ ചെഹരേമേ ബഹുത്തയാ തോടാ തക്കാവട്ടക്ക് ചിഹ്നഹോകെ. ഇത് ഭാരമുള്ള കുട്ടികളുടെ അടയാളം എന്ന് പറയുന്നത് അവരുടെ മുഖത്ത് സദാ ആ ഭാരത്തിൻ്റെ ഒരു ചിഹ്നം അവരുടെ മുഖത്തിലുണ്ടായിരിക്കും. അതായത് ഇത്രയും ബുദ്ധിമുട്ടാണ്, ഭാരമാണെന്നുള്ള ആ ഒരു അടയാളം ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനത്തെ മുഖമായിരിക്കും എന്ന് പറയാം, മുഖത്ത് അവർക്ക് കാണപ്പെടുന്നത്. തക്കാവട്ട് ഹോന അലഗ് ചീസ് ഹേ, തക്കാവട്ട് കെ ചിഹ്ന തോടാ ബി യഹ് ബി ബോജ് കി നിശാനി ഹേ. ബാബ പറയുന്നത് ക്ഷീണം തോന്നിക്കുക എന്ന് പറയുന്നത് അത് വേറെ കാര്യം. പക്ഷേ ക്ഷീണത്തിൻ്റെതായ ആ ഒരു ഭാവം മുഖത്ത് വരിക, ചെറുതായിട്ടെങ്കിലും മുഖത്ത് വരിക എന്ന് പറയുന്നത് അത് ഭാരത്തിൻ്റെ അടയാളം തന്നെയാണ് അല്ലേ. ചെറുതായിട്ടെങ്കിലും, ഇപ്പോൾ ഒരുപാട് നേരം സേവനം ചെയ്തു, ശരീരം ക്ഷീണിക്കും അല്ലേ ചിലപ്പോൾ. പക്ഷെ ആ ക്ഷീണത്തിൻ്റെ ഒരു ഭാവം മുഖത്ത് ചെറുതായിട്ടെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഭാരമുള്ളതിൻ്റെ തെളിവാണ്, മനസ്സിൽ ഭാരം ഉള്ളതിൻ്റെയാണ് ആ ഫേസിൽ പ്രകടമാകുന്നത്. പക്ഷെ ശരീരം ക്ഷീണിച്ചാലും മനസ്സ് വളരെ ലൈറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഫേസിൽ, അതായത് നമ്മുടെ മുഖഭാവം ഒരിക്കലും മാറില്ല. അതായത് ഭാരത്തിൻ്റെതായ, ക്ഷീണത്തിൻ്റെതായ ഒരു അടയാളവും മുഖത്ത് വരില്ല. അതാ ബാബ പറയുന്നത്. ഓർ बेफिक्र बादशाह का यह अर्थ नहीं कि अलबेला रहे हो अलबेलापन और कहे हम तो बेफिक्र रहते हैं. ബാബ പറയുന്നത് അതായത് നിശ്ചിന്ത ചക്രവർത്തി എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥം ഇങ്ങനെയല്ല, അതായത് അലസരായിട്ടിരിക്കുക. അതായത് ചിലരുണ്ട് അലസരായിരിക്കും, പക്ഷെ അവരെന്താ പറയുക, ഞങ്ങൾ നിശ്ചിന്ത ചക്രവർത്തിയാണ്. അലസരായിട്ടിരിക്കുന്നവർക്കും നിശ്ചിന്തമാണ്, കാരണം അവർക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ അലസമായിട്ടിരിക്കുക, അവർക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തയുമില്ല, ഒന്നും ചെയ്യേണ്ടതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. അപ്പം ബാബ പറയുന്നത് നിശ്ചിന്ത ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അലസമായി ഇരിക്കുക എന്നല്ല. അൽബേലാപ്പൻ യഹ് ബഹുത്ത് ധോക്ക ദേനവാലാ ഹേ. ബാബ പറയാണ് അലസരായിരിക്കുക, അത് അലസത, അത് വളരെയധികം ചതിക്കുമെന്ന് പറയാ ബാബ. തീവ്ര പുരുഷാർത്ഥ കെ ബി വഹി ശബ്ദ് ഹേ ഓർ അൽബേലാപ്പൻ കെ ബി വഹി ശബ്ദ് ഹേ. തീവ്ര പുരുഷാർത്ഥിയായിട്ടുള്ള കുട്ടികളിലും ഈ ശബ്ദം തന്നെയാണ്, അതുപോലെ തന്നെ അലസരായിരിക്കുന്നവരിലും ഇതേ ശബ്ദം തന്നെയാണെന്ന് പറയാം.
അതായത് ബാബ പറയുന്നത് തീവ്ര പുരുഷാർത്ഥി എങ്ങനെയാണ്? സദാ ദൃഢ നിശ്ചയ് ഹോനെ കെ കാരൺ യഹി സോച്ചതാ ഹെ हर कार्य हिम्मत और बाप की मदद से सफल हुआ ही पड़ा है और अलबेलापन के भी यही शब्द है हो जाएगा हुआ ही पड़ा है. അപ്പൊ ബാബ പറയുന്നത് രണ്ടു കൂട്ടർക്കും ഒരേ ശബ്ദം തന്നെയാണ്. അതായത് തീവ്ര പുരുഷാർത്ഥി കുട്ടികളെ എങ്ങനെയാ ചിന്തിക്കുക? കാരണം അവരുടെ ഹൃദയത്തിൽ എന്ന് പറയുന്നത് സദാ ഒരു ദൃഢസങ്കല്പാണ്. സദാ ഒരു ദൃഢസങ്കല്പം അല്ലെങ്കിൽ ദൃഢനിശ്ചയമാണ് അവർക്ക്. അത് കാരണം തന്നെ അവരെന്താണ് ചിന്തിക്കുക? ഓരോ കാര്യവും ധൈര്യത്തോടെയും ബാബയുടെ സഹായത്തോടെയും എല്ലാം സഫലമാകും. അപ്പൊ അവരുടെ ചിന്ത അതാണ്. അതായത് അവർക്ക് ദൃഢനിശ്ചയമാണ്. ബാബയിലും സ്വയത്തിലും ഒക്കെ അവർക്ക് നിശ്ചയമാണ്, ദൃഢനിശ്ചയം. അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നത് എന്ത് കാര്യമാകട്ടെ അത് ധൈര്യത്തോടെയും ബാബയുടെ സഹായത്തോടെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ സഫലത തീർച്ചയായിട്ടുണ്ടാകും. അതാണ് അവരുടെ ചിന്ത. പക്ഷേ അൽബേലാപ്പൻ, അതായത് അലസരായിരിക്കുന്നവരുടെ ചിന്തയും ഇങ്ങനെ തന്നെയാണെന്ന് പറയാ ബാബ. അതായത് എല്ലാതും നടന്നോളും, എല്ലാം ശരിയായിക്കോളും. ശരിയാകാതെ എവിടെ പോവാനാണ്? ഇതെല്ലാം നടന്നിട്ടുള്ളത് തന്നെയല്ലേ? ചിന്ത കണ്ടോ? അതായത് ബാബയുടെ ജ്ഞാനത്തിന്റെ പോയിന്റ് വെച്ച് തന്നെ അവരത് പറയും. അതായത് കൽപ്പം നടന്നിട്ടുള്ളതല്ലേ, അതെല്ലാം നടന്നുള്ളതുപോലെ തന്നെ. പക്ഷെ ഒന്നും ചെയ്യില്ല അവര്, ഒരു പരിശ്രമവും ചെയ്യില്ല, ഒരു ചുവടെടുത്ത് വെക്കില്ല. പക്ഷെ പറയും. അതാ ബാബ പറയുന്നത് ശബ്ദം സെയിം തന്നെയാണ്. പക്ഷെ ബാബ എന്താ പറയുന്നത്? കോയി ലേക്കിൻ തോ ശബ്ദ ഏക് ഹേ ലേക്കിൻ രൂപ് അലഗ് അലഗ് ഹേ. അല്ല, പറയുന്ന കാര്യമൊക്കെ ഒരേപോലെയാ പറയാം. പക്ഷെ രൂപം, ഒന്ന് തീവ്ര പുരുഷാർത്ഥിയുടെ രൂപവും മറ്റൊന്ന് അലസന്റെ രൂപവുമാണ്. രൂപം വ്യത്യാസമുണ്ട്, പക്ഷെ വാക്കുകൾ ഇവരിങ്ങനെ തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയാ ബാബ. वर्तमान समय माया के विशेष दो रूप बच्चों का पेपर लेते हैं. വർത്തമാന സമയം നോക്കുമ്പോൾ ബാബ പറയുന്ന രണ്ട് തരത്തില് മായ കുട്ടികൾക്ക് പേപ്പറായിട്ട് വരുന്നുണ്ട്. ഏക് വ്യർത്ഥ സങ്കല്പ്, വികൽപ നഹി വ്യർത്ഥ സങ്കല്പ്. ദൂസര മേ ഹി റൈറ്റ് ഹോം. അപ്പം രണ്ട് കാര്യത്തിലാണ് ഈ വർത്തമാന സമയത്ത് മായ കുട്ടികളിൽ പേപ്പറായിട്ട് വരുന്നത്, അതായത് പരീക്ഷിക്കുന്നത്. എന്താണ്? ഒന്ന് വ്യർത്ഥ സങ്കല്പത്തിൻ്റെ രൂപം, രണ്ടാമത്തത് ബാബ പറയുന്നത് ഞാൻ തന്നെയാണ് ശരി. ജോ കിയ ജോ കഹ ജോ സോച്ച മേ കം നഹി റൈറ്റ് ഹോം. അതായത് സ്വയം എന്താ ചിന്തിക്കുക? ഞാൻ എന്താണോ ചെയ്യുന്നത്, ഞാൻ എന്താണോ പറഞ്ഞത്, ഞാൻ എന്താണോ ചിന്തിക്കുന്നത്, ഞാനത്ര കുറവൊന്നുമല്ല, ഞാൻ തന്നെയാണ് ശരി. ഇങ്ങനെയും ഒരു പേപ്പർ വരും. പിന്നെ വ്യർത്ഥ സങ്കല്പത്തിന്റെ രൂപത്തിലും പേപ്പർ വരും. ബാപ് ദാദ സമയ കെ പ്രമാൺ അബ് യഹി ചാഹത്തെ ഹേ കി ഏക് ശബ്ദ സദാ സ്മൃതി മേ രഖോ. ബാപ് സെ ഹുയെ സർവ പ്രാപ്തിയോं का സ്നേഹ का സഹयोग का റിട്ടേൺ കർണ ഹേ. അപ്പൊ ബാബ പറയുന്നത് ഈ ഒരു സമയത്ത് ബാപ് ദാദ എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു ശബ്ദം നിങ്ങൾ സദാ സ്മൃതിയിൽ വെക്കാൻ പറയാണ് ബാബ. അതായത് ബാബയിൽ നിന്ന് നിങ്ങൾക്ക് പ്രാപ്തമായിട്ടുള്ള എല്ലാ പ്രാപ്തികൾ, സ്നേഹം, അതുപോലെ സഹയോഗം. ബാബയിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രാപ്തികൾ കിട്ടിയിട്ടുണ്ട്, സ്നേഹവും സഹയോഗവും എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ റിട്ടേൺ ചെയ്യണം. റിട്ടേൺ കർണ അർത്ഥാത് സമാൻ ബന്ന. അപ്പോൾ ബാബ പറയണത് റിട്ടേൺ തരാൻ പറയാണ്. അപ്പം റിട്ടേൺ ചെയ്യുക അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ബാബ സമാൻ ബന്ന, അതായത് ബാബയ്ക്ക് സമാനമായി മാറുക. അതാണ് ബാബ റിട്ടേൺ ചോദിക്കുന്നത്. ബാബ നമുക്ക് ഒരുപാട് പ്രാപ്തിയും സ്നേഹവും സഹയോഗവും ഒക്കെ തന്നു അല്ലേ? അതിന് റിട്ടേൺ ആയിട്ട് ബാബ എന്താ ചോദിക്കുന്നത്? ബാബയ്ക്ക് സമാനമായി മാറുക. ദൂസര അബ് ഹമാരി റിട്ടേൺ ജേണി ഹേ. രണ്ടാമത്തത് റിട്ടേൺ ബാബ പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മുടെ റിട്ടേൺ ജേണി, മടക്കയാത്രയാണ്. അപ്പൊ ഏക് ഹി ശബ്ദ റിട്ടേൺ സദാ യാദ് രഹേ. ഈ ഒരു ശബ്ദം റിട്ടേൺ എന്ന ശബ്ദം നിങ്ങൾ സദാ നിരന്തരം ഓർമ്മിക്കൂ എന്ന് പറയാം. രണ്ട് തരത്തില്. ഒന്ന് റിട്ടേൺ എന്താണ്?
ബാബ നമുക്ക് തന്നിട്ടുള്ള സ്നേഹവും സഹയോഗവും പ്രാപ്തികൾക്കുമായിട്ട് നമ്മൾ തിരിച്ച് ബാബയ്ക്ക് കൊടുക്കുന്ന റിട്ടേൺ, അതാണ് ബാബയ്ക്ക് സമാനമായിട്ട് മാറുക. പിന്നെ പറയുന്ന റിട്ടേൺ എന്താണ്? റിട്ടേൺ ജേണി അല്ലേ? നമ്മുടെ എല്ലാവരുടെയും മടക്കയാത്രയുടെ സമയമാണല്ലോ, അതും ഓർമ്മ വയ്ക്കാൻ പറയാം ബാബ. അപ്പം റിട്ടേൺ എന്ന പദം ഓർമ്മ വയ്ക്കുക. അത് ഈ 2 കാര്യത്തിലാണ് ബാബ പറയുന്നത്. ഈ ബാബ പറയണ ഇസ്കേ ലിയെ ബഹുത് സഹജ് സാധൻ ഹേ ഹർ സങ്കൽപ് ബോൽ ഓർ കർമ്മ കോ ബ്രഹ്മ ബാപ് സേ ടാലി കരോ. അപ്പം ബാബ പറയുന്നത് ഈ റിട്ടേൺ എന്ന ആ ഒരു ശബ്ദം, ആ ഒരു പദം നിങ്ങൾക്ക് സദാ ഓർമ്മ വയ്ക്കണമെങ്കിൽ അതിന് വളരെ സഹജമായ ഒരു സാധന ബാബ പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഓരോ സങ്കല്പം, വാക്ക്, കർമ്മം ബ്രഹ്മബാബയുമായിട്ട് തുലനം ചെയ്യൂ, ടാലിയാക്കൂ. അതായത് ബ്രഹ്മബാബയുമായിട്ട് സന്തുലനം ചെയ്ത് നോക്കാൻ പറയാണ്. ബാപ്പ് കാ സങ്കല്പ് ക്യാ രഹ, ബാപ്പ് കാ ബോൽ ക്യാ രഹ, ബാപ്പ് കാ കർമ്മ ക്യാ രഹ. ഇത് ബ്രഹ്മബാബയുടെ സങ്കല്പം എന്തായിരുന്നു, വാക്കുകൾ എങ്ങനെയായിരുന്നു, കർമ്മം എങ്ങനെയായിരുന്നു. ഇസ്കോ ഹി കഹാ ജാതാ ഹെ ഫോളോ ഫാദർ. ഇതിനെയാണ് പറയുന്നത്, അതായത് ഫോളോ ഫാദർ, ബാബയെ പിന്തുടരൂ അല്ലേ. ഫോളോ കർണാ തോ സഹജ് ഹോത്താ ഹേന. അപ്പം ബാബ ചോദിക്കുകയാണ്, അനുകരിക്കുക എളുപ്പമല്ലേ? നയാ സോച്ചന നയാ കർണ ഉസ്കി ആവശ്യകത ഹി നഹി. ബാബ പറയുന്നത് പുതിയതായിട്ട് ചിന്തിക്കുകയോ പുതിയതായിട്ട് ചെയ്യുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജോ ബാപ്പിനെ കിയ വഹ് ഫോളോ ഫാദർ. എന്താണോ ബ്രഹ്മ ബാബ ചെയ്തത് അത് ഫോളോ ചെയ്യൂ, അനുകരിക്കും. അത് ഈസി അല്ലേ എന്ന് ബാബ ചോദിക്കാം. സഹജ് ഹേന, സഹജമല്ലേ? ബാബ പറയാണ് ടീച്ചേഴ്സ് ഹാത്ത് ഉടാവോ. ഫോളോ ഫാദർ കർണ സഹജ് ഹേ യാ മുഷ്കിൽ ഹേ. അതായത് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് സഹജമാണോ അതോ ബുദ്ധിമുട്ടാണോ? സഹജ് ഹേന, സഹജമല്ലേ എന്ന് ബാബ ചോദിക്കാം. ബസ് ഫോളോ ഫാദർ, അതായത് ജസ്റ്റ് ഫോളോ ഫാദർ, അത്രമാത്രം. പഹലെ ചെക്ക് കരോ ജൈസാ കഹാവത്ത് ഹേ, പഹലെ സോച്ചോ ഫിർ കരോ, പഹലെ തോലോ ഫിർ ബോലോ. ബാബ പറയുന്നത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യൂ. അതായത് ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അതായത് ആദ്യം ചിന്തിക്കൂ എന്നിട്ട് ചെയ്യൂ, ആദ്യം തുലനം ചെയ്യൂ എന്നിട്ട് പറയൂ, ആദ്യം അളക്കൂ എന്നിട്ട് പറയൂ. നമ്മൾ പറയില്ലേ വാക്കുകൾ അളന്ന് സംസാരിക്കണം, അതുപോലെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം പ്രവർത്തിക്കാൻ അല്ലേ. ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ എന്ന് ബാബ പറയാം. तो सभी टीचर्स इस वर्ष में अभी इस वर्ष का लास्ट मंथ है, पुराना जाएगा नया आएगा. അപ്പം ബാബ പറയുന്നത് അതുകൊണ്ട് ഈ ഒരു വർഷം ടീച്ചേഴ്സിനോട് ബാബ പറയാണ്, ഈ ഒരു വർഷം നിങ്ങളിപ്പോൾ ഈ വർഷം നോക്കുകയാണെങ്കിൽ ഇത് ലാസ്റ്റ് മന്തായി, അതായത് നവംബറിലാണല്ലോ ബാബ പറഞ്ഞത്. പിന്നെ ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ. പഴയതെല്ലാം പോയിക്കൊള്ളും, പുതിയത് വരും. നയേ ആനെ കെ പഹലെ ക്യാ കർണാ ഹേ ഉസ്കി തയ്യാരി കർലോ. പുതിയത് വരുന്നേക്കാളും മുൻപായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. യഹ് സങ്കൽപ്പ് കരോ കി സിവായി ബാപ്പ് കെ കദം പർ കദം രഖനെ കെ ഓർ കോയി ബി കദം നഹി ഉഡായേങ്കെ. അപ്പം ബാബ പറയണം, നിങ്ങൾ ഇത്രമാത്രം ഇങ്ങനെയൊരു സങ്കല്പം നിങ്ങൾ ചെയ്യൂ. അതായത് ബാബയുടെ ചുവടിന്മേൽ ചുവട് വയ്ക്കുകയല്ലാതെ വേറെ ഒരു ചുവട് പോലും വയ്ക്കുകയില്ല. ബ്രഹ്മബാബയുടെ ചുവടിന്മേൽ ചുവട് വയ്ക്കുക, അങ്ങനെ ഒരു ചുവടല്ലാതെ വേറൊരു ചുവട് പോലും വയ്ക്കുകയില്ല എന്നുള്ള സങ്കല്പം ചെയ്യൂ. അതാണ് ബാബ പറയുന്നത്. ബസ് ഫുൾ സ്റ്റോപ്പ്, അത്രമാത്രം. കദം പർ കദം രഖനാത്തോ ഈസി ഹേന. ബാബ ചോദിക്കാണ്, ചുവടിന്മേൽ ചുവട് വയ്ക്കുന്നത് ഈസി അല്ലേ എന്ന് ബാബ ചോദിക്കാം. तो नए वर्ष के लिए अभी से संकल्प में प्लान बनाओ, जैसे ब्रह्मा बाप सदा निमित्त और निर्माण रहे, ऐसे निमित्त भाव और निर्माण भाव. അപ്പം ബാബ പറയണ, അപ്പം പുതിയ വർഷത്തേക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ സങ്കല്പത്തിൽ നിങ്ങൾ ഇങ്ങനെയുള്ള പ്ലാൻ ഉണ്ടാക്കൂ. അതായത് എങ്ങനെയാണോ ബ്രഹ്മ ബാബ
സദാ നിമിത്തവും നിർമ്മാണവുമായിട്ടിരുന്നത്. അതായത് നിമിത്തഭാവം വിനയഭാവം. സദാ ബ്രഹ്മബാബയ്ക്ക് അങ്ങനെയായിരുന്നു, നിമിത്തഭാവം വിനയഭാവം. അപ്പം എങ്ങനെയാണോ ബ്രഹ്മബാബ സദാ നിമിത്തഭാവം വിനയഭാവത്തിൽ ഇരുന്നത്, അതുപോലെ നിമിത്തഭാവം വിനയഭാവം. അങ്ങനെയുള്ള സങ്കല്പം നിങ്ങൾ വയ്ക്കാൻ പറയാ ബാബ. പുതിയ വർഷത്തേക്ക് വേണ്ടിയിട്ട് ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ സങ്കല്പത്തിൽ ഇങ്ങനെ പ്ലാൻ ഉണ്ടാക്കൂ എന്ന് ബാബ പറയാം. സിർഫ് നിമിത്ത ഭാവ് നഹി, നിമിത്ത ഭാവ് കെ സാത്ത് നിർമ്മാൺ ഭാവ് दोनों आवश्यक है, क्योंकि ടീച്ചേഴ്സ് തോ നിമിത്ത ഹേന. അപ്പം ടീച്ചർ നിമിത്തമല്ലേ? അപ്പം ബാബ പറയണത് കേവലം ഒരു നിമിത്തഭാവം മാത്രമല്ല ബാബ പറയുന്നത്. നിമിത്തഭാവത്തോടൊപ്പം തന്നെ എന്ത് വേണം? വിനയഭാവം കൂടി വേണം. ബ്രഹ്മബാബ അങ്ങനെയായിരുന്നു. അപ്പം നിങ്ങൾ ടീച്ചേഴ്സ് നിമിത്തമല്ലേ? അപ്പം നിങ്ങൾക്ക് എന്തുകൂടെ വേണം? വിനയഭാവം കൂടി വേണം. രണ്ടും ആവശ്യമെന്ന് പറയാ ബാബ. तो संकल्प में भी, बोल में भी और किसी के भी संबंध में, संपर्क में, कर्म में, हर बोल में निर्माण. അപ്പം എങ്ങനെയായിരിക്കണം? നിങ്ങളുടെ സങ്കല്പത്തിൽ, വാക്കിൽ, അതുപോലെ തന്നെ സംബന്ധത്തിൽ, സമ്പർക്കത്തിൽ, കർമ്മത്തിൽ, ഓരോ വാക്കിലും എന്ത് വേണം? വിനയം. അപ്പോൾ ബ്രഹ്മബാബയെ പോലെ എങ്ങനെയായിരിക്കണം? സദാ നിമിത്തഭാവം വിനയഭാവം. അതാ ബാബ പറയുന്നത്. ജോ നിർമ്മാൺ ഹേ വഹി നിമിത്ത ഭാവമേ ഹേ. ബാബ പറയുന്നത് ആരാണോ വിനയഭാവത്തിലുള്ളവർ അവർ നിമിത്തഭാവത്തിലുമായിരിക്കും. ജോ നിർമ്മാൺ നഹി ഹേ ഉസ്മേം തോടാ ബഹുത് സൂക്ഷ്മ മഹാൻ രൂപമേം അഭിമാൻ നഹി ബി ഹോ തോ രോബ് ഹോഗ. അപ്പം ബാബ പറയുന്നത് വിനയം ഇല്ല എങ്കിൽ അവരിൽ വളരെ ചെറിയ രീതിയിൽ, സൂക്ഷ്മമായ രീതിയിലാണ് ബാബ പറയുന്നത്. വലിയ 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 രീതിയിലുള്ള അഹങ്കാരമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ ചെറിയ രീതിയിലൊക്കെ അവരിൽ ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു അഹങ്കാരം ഉണ്ടായിരിക്കുമെന്ന് പറയാം. എന്ത്? വിനയഭാവം ഇല്ലെങ്കിൽ. അതാ ബാബ പറയുന്നത്. യേ രോബ് യഹ് ബി അഭിമാൻ കാ അംശ ഹേ ഓർ ബോൽ മേം സദാ നിർമ്മൽ ഭാഷി മധുർ ഭാഷി. അപ്പം ബാബ പറയണത് അങ്ങനെ ഒരു ചെറിയ സൂക്ഷ്മ രൂപത്തിലുണ്ടെങ്കിൽ തന്നെ അത് അംശമാണ് എന്ന് പറയാം ബാബ. അപ്പം എങ്ങനെയായിരിക്കണം? നമ്മൾ സദാ നമ്മളുടെ വാക്കുകളിൽ നിർമ്മലമായ വാക്കുകളും മധുരമായ വാക്കുകളുമായിരിക്കണം എന്ന് പറയാം ബാബ. जब संबंध संपर्क में आत्मिक रूप की स्मृति रहती है तो सदा निराകാരി और निरहंकारी रहते हैं. ബാബ പറയുന്നത് എപ്പോഴാണോ നമ്മൾ സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോൾ ആത്മീയ രൂപത്തിലുള്ള സ്മൃതി നമ്മളിൽ ഉണ്ടാകുന്നത്, ആത്മസ്മൃതി നമ്മളിൽ ഉണ്ടാകുന്നത്, അപ്പോൾ നമുക്ക് സദാ നമ്മൾ നിരാകാരി നിരഹങ്കാരി ആയിട്ടിരിക്കാൻ നമുക്ക് സാധിക്കും. സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോഴെല്ലാം ആത്മസ്മൃതി ഉണ്ടെങ്കിൽ നമുക്ക് സദാ നിരാകാരി നിരഹങ്കാരി ആയിട്ടിരിക്കാൻ സാധിക്കുമെന്ന് പറയാം ബാബ. ബ്രഹ്മ ബാപ്പ് കെ ലാസ്റ്റ് കെ തീനോം ശബ്ദ് യാദ് രഹത്തെ ഹേ. ബാബ ചോദിക്കുകയാണ്, ബ്രഹ്മ ബാബയുടെ അവസാനത്തെ ആ 3 വാക്കുകൾ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നിരാകാരി, നിരഹങ്കാരി, വഹി നിർവികാരി. ബാബ ലാസ്റ്റ് പറഞ്ഞ 3 വാക്കുകൾ അതല്ലേ? നിരാകാരി, നിരഹങ്കാരി, വഹി നിർവികാരി. അച്ഛാ ഫോളോ ഫാദർ പക്കാ രഹാന. ബാബ പറയുന്നത് അത് ബാബയെ ഫോളോ ചെയ്യും, പക്കയാകൂ എന്ന് പറയാം ബാബ. അകലെ വർഷ की मुख्य लक्ष्य स्वरूप की स्मृति है यह 3 शब्द നിരാകാരി, നിരഹങ്കാരി, നിർവികാരി. അതായത് അടുത്ത വർഷത്തേക്ക് മുഖ്യ ലക്ഷ്യ സ്വരൂപം ഈ ഒരു സ്മൃതി ആയിരിക്കണം. അതായത് ഈ 3 കാര്യങ്ങൾ: നിരാകാരി, നിരഹങ്കാരി, നിർവികാരി. അംശ ബി നഹി ഹോ, അതായത് അംശം മാത്രം പോലും നമ്മളിൽ ഒരു അഹങ്കാരമോ അങ്ങനെയുള്ള വികാരമോ ഒന്നും പാടില്ല. മോട്ടാ മോട്ടാ രൂപത്തോ ടീക്ക് ഹോ ഗയാ ഹേ ലേക്കിൻ അംശ ബി നഹി ഹോ ക്യോംകി അംശ ഹി ധോക്കാ ദേത്താ ഹേ. അപ്പോൾ ബാബ പറയണ വലിയ വലിയ രൂപത്തിലുള്ള അഹങ്കാരങ്ങളും അല്ലെങ്കിൽ മായകളെയൊക്കെ നമ്മൾ വിജയിച്ചിട്ടുണ്ടായിരിക്കും, അതൊക്കെ ശരിയായിട്ടുണ്ടായിരിക്കും. പക്ഷെ ബാബ പറയുന്നത്
അംശം മാത്ര പോലും വരരുത്. എന്തുകൊണ്ടാണ് ബാബ അങ്ങനെ പറയുന്നത്? അംശമാണ് നമ്മളെ ചതിക്കുന്നത്. ബാബ പറയില്ലേ, അംശം വംശമായി മാറുമെന്ന് പറയാറില്ലേ? വംശം നമ്മൾക്ക് ചതിവ് തരും. അതാണ് ബാബ ഓർമ്മപ്പെടുത്താണ്. വലിയ വലിയ രൂപത്തിലൊക്കെ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ സൂക്ഷ്മ രൂപത്തിലുള്ള എന്തെങ്കിലും ഒരു അഹങ്കാരമോ വികാരമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ ചതിക്കും. അപ്പം നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. അതാ ബാബ പറയുന്നത്. ഫോളോ ഫാദർ കാ അർത്ഥ ഹി ഹേ ഇൻ തീൻ ശബ്ദോം കോ സദാ സ്മൃതി മേം രഖേ. അതായത് ബാബ പറയുന്നത് അച്ഛനെ അനുകരിക്കുക, അതിൻ്റെ അർത്ഥം ഇതാണ്, ഈ 3 ശബ്ദത്തെയും സദാ സ്മൃതിയിൽ വെക്കുക. ഏത് 3 ശബ്ദമാണ്? നിരാകാരി, നിരഹങ്കാരി, നിർവികാരി. ഈ 3 ശബ്ദത്തെയും സദാ സ്മൃതിയിൽ വെക്കുക എന്നതാണ് അച്ഛനെ അനുകരിക്കുക എന്നതിൻ്റെ അർത്ഥം. ടീക്ക് ഹേ, ശരിയല്ലേ എന്ന് ബാബ ചോദിക്കാം. അച്ഛാ, ഡബിൾ ഫോറിനേഴ്സ് ഉഡോ? अच्छा ग्रुप आया है। बाप दादा को डबल फॉरनर्स की एक बात पर खुशी है, जानते हो कौन सी? ബാബ ചോദിക്കാണ്, അത് ഡബിൾ ഫോറിനേഴ്സിനോട് എണീക്കാൻ പറയാണ്. നല്ല ഗ്രൂപ്പ് വന്നിട്ടുണ്ടല്ലോ. ബാബ്ദാദയ്ക്കാണെങ്കിൽ ഈ ഡബിൾ ഫോറിനേഴ്സിൻ്റെ ഒരു കാര്യത്തിൽ വളരെയധികം സന്തോഷമാണെന്ന് പറയാം. എന്നിട്ട് ബാബ ചോദിക്കാണ്, നിങ്ങൾക്കറിയോ അത് എന്താണെന്ന്? ദേക്കോ कितना दूर देश से आते हो, डायरेक्शन मिला कि इस टर्न में भी आना है तो पहुंच गए ना. ബാബ പറയാണ്, നോക്കൂ, നിങ്ങൾ എത്ര ദൂരത്ത് നിന്നാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് നിർദ്ദേശം കിട്ടി ഈ ടേണിൽ വരാമെന്ന്, അതുപോലെ തന്നെ നിങ്ങൾ എത്തിച്ചേർന്നില്ലേ എന്ന് ബാബ ചോദിക്കാം. കൈസേ ബി പുരുഷാർത്ഥ് കർ ബഡാ ഹി ഗ്രൂപ്പ് പഹുഞ്ച് ഗയാ ഹേ. എങ്ങനെയായാലും പുരുഷാർത്ഥമൊക്കെ ചെയ്ത് ഇത്രയും വലിയ ഗ്രൂപ്പ് എത്തിയിരിക്കുന്നു. അത് കാണുമ്പോൾ ബാബയ്ക്ക് വളരെയധികം സന്തോഷമാണ്. ദാദി കാ ഡയറക്ഷൻ ടീക്ക് മാനാ ഹേന. ഇത് ദാദി എന്താണോ നിർദ്ദേശിച്ചത് അത് നിങ്ങളെല്ലാവരും അനുസരിച്ചില്ലേ എന്ന് ചോദിക്കുക ബാബ. ഇസ്കി മുബാരക് ഹോ. ഇതിനായിട്ട് ബാബ കുട്ടികൾക്ക് ആശംസകൾ കൊടുക്കണം. ബാബ് ദാദാ ഏക് ഏക് കോ ദേഖ് രഹാ ഹേ, ദൃഷ്ടി ദേ രഹാ ഹേ. ബാബ് ദാദ ഓരോരുത്തരെയും നോക്കിയിട്ട് ദൃഷ്ടി കൊടുക്കുകയാണ്. ऐसे नहीं कि സ്റ്റേജ് पर ही ദൃഷ്ടി മിൽത്തി ഹേ. ബാബ പറയണ ഇങ്ങനെയല്ല, സ്റ്റേജിൽ മാത്രമേ ദൃഷ്ടികൾ ലഭിക്കൂ, അങ്ങനെയില്ല എന്ന് പറയാ ബാബ. ദൂർ സേ ഓർ ഹി അച്ഛാ ദിക്കായി ദേ രഹാ ഹേ. അകലെ നിന്ന് തന്നെ ബാബയ്ക്ക് വളരെ നന്നായിട്ട് തന്നെ ബാബ കാണും, ദൃഷ്ടിയും കൊടുക്കും. അല്ലാതെ സ്റ്റേജിലിരിക്കുന്നവർക്കോ അടുത്ത് നിൽക്കുന്നവർക്കോ അങ്ങനെയല്ല, എത്ര ദൂരെയായാലും ബാബ എല്ലാവർക്കും ദൃഷ്ടി കൊടുക്കും. ഡബിൾ ഫോറിനേഴ്സ് ഹാഞ്ചി കാ പാട് അച്ഛാ പടേ ഹുയേ ഹേ. അത് ഹാഞ്ചി പാർട്ടിൽ അത് ഡബിൾ ഫോറിനേഴ്സ് വളരെ നന്നായിട്ട് പഠിച്ചിരിക്കുന്നു എന്ന് പറയാം. ബാബ് ദാദാക്കോ ഡബിൾ ഫോറിനേഴ്സ് കെ ഊപ്പർ പ്യാർ തോ ഹേ ഹി ലേക്കിൻ നാജിബി ഹേ. അതായത് ബാബ് ദാദയ്ക്ക് ഡബിൾ ഫോറിനേഴ്സിന് മേൽ വളരെയധികം സ്നേഹവുമുണ്ട്, അതുപോലെ തന്നെ അഭിമാനവുമുണ്ടെന്ന് പറയാം ബാബ. ക്യോंकि विश्व के कोने कोने में संदेश पहुंचाने के लिए ഡബിൾ ഫോറിനേഴ്സ് ഹി നിമിത്ത് ബനെ ഹേ. ബാബ പറയുന്നത് എന്തുകൊണ്ട് ബാബയ്ക്ക് അവരോട് വളരെ സ്നേഹവുമുണ്ട്, അതുകൂടാതെ വളരെ അഭിമാനവുമുണ്ട്. എന്തുകൊണ്ടാണ് ബാബ പറയുന്നത്? വിശ്വത്തില് കോണുകളിൽ സന്ദേശം എത്തിക്കാൻ ഡബിൾ ഫോറിനേഴ്സ് ആണ് നിമിത്തമായി മാറിയിട്ടുള്ളത്. വിദേശ് में अभी कोई विशेष स्थान रहा है, गाँव रहा है या विशेष स्थान रहा गया है. ബാബ ചോദിക്കാണ്, ഇനി വിദേശത്ത് ഇപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ വിശേഷ സ്ഥാനങ്ങൾ ബാക്കിയുണ്ടോ, ഗ്രാമങ്ങളിലുണ്ടോ, അഥവാ വിശേഷ സ്ഥാനങ്ങൾ ഇനിയും ബാക്കിയുണ്ടോ, എന്ത് ബാബയുടെ സന്ദേശം എത്താത്ത എന്തെങ്കിലും സ്ഥലം ഇനിയുണ്ടോ എന്ന് ചോദിക്കുക ബാബ. गाँव कोने कोने के छोटे स्थान रह गए हैं या विशेष स्थान रह गए हैं. ബാബ പറയണ ഗ്രാമങ്ങളിൽ കോണുകളിൽ ചെറിയ വല്ല സ്ഥാനങ്ങളും ബാക്കിയുണ്ടോ, വിശേഷപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങൾ ബാക്കിയുണ്ടോ എന്ന് ചോദിക്കുക. കോൺസാ സ്ഥാൻ രഹാ ഹേ. ഏത് സ്ഥാനാണ് ഇനി ഉള്ളത്, അതായത് ബാബയുടെ സന്ദേശം എത്തിക്കാൻ ഇനി ബാക്കിയുള്ളത് ഏതാണ് എന്ന് ചോദിക്കുക ബാബ. മിഡിൽ ഈസ്റ്റ് കുച്ച് ദേശ് രഹേ ഹുയേ ഹേ. അപ്പം മിഡിൽ ഈസ്റ്റിൽ കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ടെന്ന് പറയാണ്. ഫിർ ബി ദേഖോ യഹ് ബി
ഗ്രൂപ്പ് ജോ ആയാ ഹേ കിത്തനെ ദേശ് കാ ഗ്രൂപ്പ് ഹേ. അപ്പോൾ ബാബ പറയാണ് ഓക്കെ അത്രയും ഉണ്ട്, ബാക്കി അത്ര ഉണ്ടെങ്കിൽ തന്നെയും ബാബ പറയാണ് ഇവിടെ നോക്കൂ, ഈ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് നോക്കൂ, ഇതിൽ എത്ര എത്ര ദേശങ്ങളിൽ നിന്നുള്ള ഗ്രൂപ്പുകളാണ് ഇത് എന്ന് ബാബ ചോദിക്കാം. फिर भी बाप दादा जानते हैं कि विश्व के अनेक भिन्न भिन्न देशों में आप आत्माएं निमित्त बने हो. ബാബ പറയാണ്, എന്നിട്ടും ബാബ പറയാണ് നോക്കൂ നിങ്ങൾ, അതായത് വിശ്വത്തിലെ അനേക ഭിന്ന ഭിന്ന ദേശത്തിൽ നിങ്ങൾ ആത്മാക്കള് നിമിത്തമായി മാറിയിട്ടുണ്ട് അല്ലേ. വളരെയധികം സ്ഥലങ്ങളിൽ ബാബയുടെ പരിചയം എത്തിക്കുക എന്നതിന് നിമിത്തമായിട്ട് മാറിയിട്ടുണ്ട് ഡബിൾ ഫോറിനേഴ്സ്. बाप दादा हमेशा कहते हैं कि विश्व कल्याणकारी का टाइटल बाप का डबल विदेशियों ने ही प्रत्यक्ष किया है. അതായത് ബാബയ്ക്ക് ഒരു ടൈറ്റിൽ ഉണ്ട്, വിശ്വ കല്യാണകാരി. അപ്പം ബാബയുടെ വിശ്വ കല്യാണകാരി എന്നുള്ള ആ ടൈറ്റില് ആരാണ് പ്രത്യക്ഷമാക്കിയത്? അത് ഡബിൾ വിദേശി കുട്ടികളാണ് പറയാ ബാബ. अच्छा है, വളരെ നല്ലത്. हर एक अपने अपने स्थान पर खुद अपने पुरुषार्थ में और सेवा में आगे बढ़ रहे हैं और सदा आगे बढ़ते रहेंगे. അപ്പോൾ ബാബ പറയാണ് വളരെ നല്ലത്, എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ സ്വയം പുരുഷാർത്ഥവും ചെയ്ത് സേവയിലും അതുപോലെ തന്നെ നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു, ഇനിയും നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയാ ബാബ. സഫലതാക്കെ സിത്താരേ ഹേഹി, നിങ്ങൾ സഫലതാ നക്ഷത്രങ്ങൾ തന്നെയാണ്. ബഹുത്തച്ച, വളരെ നല്ലതെന്ന് പറയാ ബാബ. ഇനി ബാബ കുമാരന്മാരോട് പറയാണ്, കുമാരോം സേ മധുബൻ കെ കുമാർ ബി ഹേ ദേഖോ കുമാരോം കി സംഖ്യ ദേഖോ കിത്നി ഹേ. മധുബന്റെ കുമാരന്മാരല്ലേ, നോക്കൂ കുമാരന്മാരുടെ സംഖ്യ എത്ര മാത്രമുണ്ടെന്ന് നോക്കാൻ പറയാ. ആധാ ക്ലാസ് തോ കുമാരോം കാ ഹേ, പകുതി ക്ലാസ് തന്നെ കുമാരന്മാരുടേതാന്ന് പറയാ ബാബ. കുമാർ അഭി സാധാരണ കുമാർ നഹി ഹേ, കോൺസെ കുമാർ ഹോ, ബ്രഹ്മ കുമാർ തോ ഹേ. ബാബ പറയുന്നത് കുമാരന്മാര് സാധാരണ കുമാരന്മാരല്ല. എങ്ങനെയുള്ള കുമാരന്മാരാണ്? ബ്രഹ്മ കുമാരന്മാരല്ലേ? ബാബ ചോദിക്കാം. ലേക്കിൻ ബ്രഹ്മകുമാരോം കി വിശേഷത ക്യാ ഹേ, എന്താണ് ഈ ബ്രഹ്മകുമാരന്മാരുടെ വിശേഷത? ബാബ ചോദിക്കാണ്. കുമാരോം കി വിശേഷത ഹേ കി സദാ ജഹാം ഭി അശാന്തി ഹോഗി ഉസ്മേം ശാന്തി ഫൈലാനെ വാലെ ശാന്തി ദൂത് ഹേ. അപ്പൊ ബാബ കുമാരന്മാരെ എങ്ങനെയാ പറയുന്നത്? കുമാരന്മാരുടെ വിശേഷത എന്ന് പറയുന്നത് അവര് സദാ എവിടെയൊക്കെ അശാന്തി ഉണ്ടോ അവിടെയെല്ലാം ശാന്തി പരത്തുന്ന ശാന്തി ദൂതരാണ്. അതാണ് കുമാരന്മാരുടെ വിശേഷത ബാബ പറയുന്നത്. നാ മൻ കി അശാന്തി നാ ബാഹർ കി അശാന്തി, മനസ്സിലും അശാന്തി പാടില്ല, പുറത്തും അശാന്തി പാടില്ല. കുമാരോം കാ കാര്യ ഹി ഹേ മുഷ്കിൽ കാം കർണ, ഹാർഡ് വർക്കർ ഹോത്തെ ഹേന. അതായത് കുമാരന്മാരുടെ ജോലിയാണ് ബാബ പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അവർ ഹാർഡ് വർക്കർ അല്ലേ എന്ന് ബാബ ചോദിക്കാം. तो आज सबसे हार्ड में हार्ड वर्क है, अशांति को मिटाए ശാന്തി ദൂത് ബൻ ശാന്തി ഫൈലാന. അപ്പോൾ ബാബ പറയണ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി എന്താണ്? അശാന്തി മാറ്റി, അശാന്തിയെ പൂർണ്ണമായും തുടച്ചു മാറ്റി ശാന്തി ദൂതരായി മാറി ശാന്തി പരത്തുക. അതാണല്ലോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ ആ ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളതാണ് കുമാരന്മാരുടെ ഡ്യൂട്ടി എന്ന് ബാബ പറയാം. അപ്പം അവരുടെ ഡ്യൂട്ടിയാണ് എവിടെയൊക്കെ അശാന്തി ഉണ്ടോ ആ അശാന്തിയെല്ലാം കളഞ്ഞ് ആ ശാന്തിയെല്ലാം തൂത്തു മാറ്റിയിട്ട് എന്തായിരിക്കണം? ശാന്തി പരത്തുന്ന ശാന്തി ദൂതരായിരിക്കണം. ഏസാ കുമാർ ഹോ, അങ്ങനെയുള്ള കുമാരന്മാരല്ലേ എന്ന് ബാബ ചോദിക്കാം. അശാന്തി കാ നാം നിശാൻ നഹി രഹേ, നാ വിശ്വമേം നാ ആപ്കെ സംബന്ധ സമ്പർക്കമേം. അശാന്തിയുടെ ഒരു പേരോ അടയാളമോ ഒന്നും തന്നെ പാടില്ല. അത് വിശ്വത്തിലാണെങ്കിലും താങ്കളുടെ സംബന്ധ സമ്പർക്കത്തിലാണെങ്കിലും. ബാബ പറയുന്നത്
ഏസേ ശാന്തി ദൂത് ഹോ, അങ്ങനെയുള്ള ശാന്തി ദൂതരായോ. ജൈസേ ആഗ് ബുജാനെ വാലെ കഹാം ബി ആഗ് ഹോഗി തോ ആഗ് ബുജായെങ്കേനാ. ബാബ ചോദിക്കുന്നത്, എങ്ങനെയാണോ ഈ അഗ്നിശമന പ്രവർത്തകരുണ്ടല്ലോ, അവരെന്താ ചെയ്യുക, എവിടെയൊക്കെ അഗ്നി ഉണ്ടാകുന്നുവോ അവിടത്തെ എല്ലാം അഗ്നിയെ അവർ കെടുത്തും. तो शांति दूत का कार्य ही है അശാന്തി കോ ശാന്തി മേം ബദൽന. അപ്പൊ ബാബ പറയണത്, അങ്ങനെയാണെങ്കിൽ ഈ ശാന്തി ദൂതരുടെ കാര്യം എന്താണ്, അവരുടെ കർത്തവ്യം എന്താണ്, എവിടെയൊക്കെ അശാന്തി ഉണ്ടോ അവിടെയെല്ലാം ശാന്തി പരത്തുക, അതാണ് അവരുടെ കാര്യം. തോ ശാന്തി ദൂത് ഹോന, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശാന്തി ദൂതരായി മാറിയില്ലേ. പക്ക 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 3 പ്രാവശ്യം ബാബ ചോദിക്കുക. बहुत अच्छा लग रहा है, बाप दादा इतने कुमारों को देख खुश होते हैं. ബാബയ്ക്കപ്പം വളരെ നല്ലതായി തോന്നാണ്, വളരെ സന്തോഷം വരാണ്. കാരണം അത്രയും കുമാരന്മാരുണ്ട്, അവരെല്ലാം കണ്ടിട്ട് ബാബയ്ക്ക് വളരെയധികം സന്തോഷം തോന്നാണ്. पहले भी बाप दादा ने प्लान दिया था कि दिल्ली में ज्यादा से ज्यादा कुमार जो गवर्नमेंट समझते हैं कुमार അതായത് യൂത്ത് അർത്ഥാത് ജഗഡ കർണേ വാലേ ഡർത്തി ഹേ കുമാരോം സേ. അപ്പൊ ബാബ പറയുന്നത്, ബാബ മുന്നേ ഒരു പ്ലാൻ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. അതായത് ദില്ലിയിൽ ധാരാളം കുമാരന്മാരുണ്ട്. അപ്പൊ ഗവൺമെന്റിന് ഇങ്ങനെയൊരു ഗവൺമെന്റിന് ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. അതായത് കുമാരന്മാരെ പറ്റിയിട്ട് അവര് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്നാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഗവൺമെന്റ്. അതാ ബാബ പറയുന്നത്. അപ്പോൾ അവർ ഈ കുമാരന്മാരെ ഭയക്കാണ്. കാരണം ഈ യൂത്ത് എന്ന് പറയുന്നതിന് അവർ ഭയക്കാണ്. യൂത്ത് എന്ന് പറയുന്നത് വളരെ പ്രശ്നക്കാരാണ്. അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഗവൺമെൻറ്. അതാ ബാബ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭയക്കുന്ന ഗവൺമെൻറ്, അതായത് യൂത്തിനെ ഈ ഒരു രീതിയിൽ ഭയക്കുന്ന ഗവൺമെൻറ്റിനെ ഹർ ബ്രഹ്മ കുമാർ കാ ശാന്തി ദൂത് കെ ടൈറ്റിൽ സേ സ്വാഗത് കരേ തബ് ഹേ കുമാരോം കി കമാൽ. അതായത് കുമാരന്മാരെ ശാന്തി ദൂതരാണെന്നുള്ള ടൈറ്റിലിൽ അവരെ സ്വാഗതം ചെയ്യണം. കാരണം ഗവൺമെന്റ് ഭയക്കുന്നത് എന്താണ്, യൂത്തിനെയാണ്. യൂത്ത് വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അങ്ങനെയാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ ഈ ബ്രഹ്മകുമാരന്മാരിലൂടെ അവർ ശാന്തി ദൂതരാണെന്നുള്ള ടൈറ്റിലിനെ സ്വാഗതം ചെയ്യാം. അപ്പോൾ എന്താണ്, കുമാരന്മാര് വളരെ അത്ഭുതം കാണിക്കുന്നു. അപ്പോൾ പറയാം കുമാരന്മാർ അത്ഭുതമാണ്. അപ്പോൾ ആ ടൈറ്റിൽ മാറും. അതായത് കുമാരന്മാർ യൂത്ത് വളരെ പ്രശ്നക്കാരാണെന്നുള്ള ടൈറ്റിലേ മാറും. കാരണം ഇത്രയധികം കുമാരന്മാരുണ്ട് ഡൽഹിയിൽ. ഇവരെല്ലാവരും ചേർന്ന് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ചിന്തയെ മാറുമല്ലോ ഗവൺമെന്റിന്റെ. അതായത് യൂത്ത് വളരെ മോശമാണ്, അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്നവരാണെന്ന ചിന്തയെ മാറും. അതാ ബാബ പറയുന്നത്. ദില്ലിമേം കർണാൻ, അതായത് ബാബ പറയുന്നത് ദില്ലിയിൽ ചെയ്യണം. അതായത് സാരേ വിശ്വമേം ചാഗാവേ കി ബ്രഹ്മകുമാർ ശാന്തി ദൂത് ഹേ. അതായത് മുഴുവൻ വിശ്വത്തിലും ഇത് പ്രസരിക്കണം. അതായത് ബ്രഹ്മകുമാരന്മാർ ശാന്തി ദൂതരാണ്. ഈ ഒരു കാര്യം മുഴുവൻ വിശ്വത്തിലും പ്രസരിക്കണം എന്ന് ബാബ പറയാം. ഹോസക്താഹേന, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ലേ. ദില്ലിമേം കർണ, ഡൽഹിയിൽ ചെയ്യാൻ പറയാ. കർണ ഹേന ദാദിയോ കരേങ്കെ, ദാദിമാര് ചെയ്യോ. ഏക് ഗ്രൂപ്പ് മേം ഇത്തനെ കുമാർ ഹേ തോ സബി ഗ്രൂപ്പ് മേം കിത്തന ഹോങ്കെ. ബാബ പറയാണ്, ഒരു ഗ്രൂപ്പിലെ തന്നെ ഇത്രയും കുമാരന്മാരുണ്ടെങ്കിൽ മൊത്തം ഗ്രൂപ്പിൽ എത്ര മാത്രം കുമാരന്മാരുണ്ടായിരിക്കും. വിശ്വമേം കിത്തനെ ഹോങ്കെ, അപ്പൊ വിശ്വം മൊത്തം എടുക്കുകയാണെങ്കിൽ എത്രയുണ്ടായിരിക്കും. ലഗ്ഭഗ് 1 लाख, 1,00,000 തന്നെ ഉണ്ടാകും എന്ന് പറയാ ബാബ. തോ കുമാർ കരോ കമാൽ, അത് കുമാരന്മാര് അത്ഭുതം കാണിക്കൂ എന്ന് ബാബ പറയാ. ഗവൺമെന്റ് में जो कुमारों के प्रति उल्टा भरा हुआ है वह सुल्टा कर दो. അതായത് ഗവൺമെന്റില് ഈ കുമാരന്മാരെ പ്രതി എന്ത് തലതിരിഞ്ഞ കാര്യമാണ് അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്, അതിനെ നിങ്ങൾ നേരെയാക്കൂ, ശരിയിലേക്ക് പരിവർത്തനപ്പെടുത്തൂ എന്ന് പറയാം. ലേക്കിൻ मन में भी अशांति नहीं, साथियों में भी अशांति नहीं और अपने स्थान पर भी अशांति नहीं. ബാബ പറയണത്, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും അശാന്തി വരരുത്,
കൂട്ടുകാരുടെ ഇടയിലും അശാന്തി വരരുത്. ഓർ നിങ്ങളിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം സ്ഥാനങ്ങളിലും അശാന്തി വരരുത്. അപ്പനെ ഷഹർ മേം ബി അശാന്തി നഹി, നിങ്ങളുടെ സ്വന്തം പട്ടണത്തിലും അശാന്തി വരരുത്. അപ്പനെ വഹ് ബസ് കുമാരോം കെ ചെഹരെ മേം बोर्ड लगाने की जरूरत नहीं, लेकिन मस्तक में ऑटोमेटिक लिखा हुआ अनुभव हो कि यह शांति दूत है. അതായത് ബാബ പറയുന്നത് കുമാരന്മാരുടെ മുഖത്തിൽ നിന്നും, അതായത് അവരുടെ ആ മുഖത്തിൽ നിന്ന് തന്നെ വരണം ഇവരെ ശാന്തി ദൂതരാണ്, അല്ലാതെ ഒരു ബോർഡ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാ ബാബ. അവരുടെ ആ മുഖത്തിൽ നിന്നും അവരുടെ മസ്തകത്തിൽ നിന്ന് തന്നെ എന്ത് വരണം, അതായത് അവര് ശാന്തി ദൂതരാണ്. ഇങ്ങനെ വരണം, അങ്ങനെയുള്ള അനുഭവം വരണം ഇവര് ശാന്തി ദൂതരാന്നുള്ളത്. അല്ലാതെ പ്രത്യേകിച്ചൊരു ബോർഡൊന്നും വെക്കേണ്ട കാര്യമില്ല എന്ന് ബാബ പറയാ. ടീക് ഹേന, ശരിയല്ലേ എന്ന് ചോദിക്കുക ബാബ. ഇനി കുമാരിയോംസെ, കുമാരന്മാരോട് കഴിഞ്ഞു, അടുത്തത് കുമാരിമാരോട് പറയാ ബാബ. കുമാരിയാം ബി ബഹുത്ത് ഹേ, കുമാരിമാരും ധാരാളമുണ്ട്. ഇൻ സബ് കുമാരിയോം കാ ലക്ഷ്യ ക്യാ ഹേ, ഈ മുഴുവൻ കുമാരിമാരുടെയും ലക്ഷ്യം എന്താണ് എന്ന് ബാബ ചോദിക്കാം. നൗകരി കർണി ഹേ യാ വിശ്വസേവ കർണി ഹേ, നിങ്ങൾക്ക് ജോലി ചെയ്യണോ അതോ വിശ്വത്തിന്റെ സേവനം ചെയ്യണോ? താജ് സിർ പർ രഖനാ ഹേ യാ ടോക്കരി രഖനി ഹേ, അതായത് നിങ്ങൾക്ക് ശിരസിൽ കിരീടം വെക്കണോ അതോ ശിരസിൽ കുട്ട വെക്കണോ എന്ന് ചോദിക്കുക ബാബ. ക്യാ രഖനാ ഹേ, എന്താ നിങ്ങൾക്ക് വെക്കേണ്ടത്? ദേക്കോ സബ് കുമാരിയോം കോ രഹം ദിൽ ബന്നാ ഹേ, ബാബ പറയാൻ നോക്കൂ, എല്ലാ കുമാരിമാർക്കും ദയാഹൃദയരായിട്ട് മാറണം. വിശ്വ की आत्माओं का कल्याण हो जाए, कुमारियों के लिए गायन है 21 कुल का उद्धारण करने वाली, तो आधा कल्प 21 कुल हो जाएंगे. ബാബ പറയുന്നത് വിശ്വത്തിലെ എല്ലാ ആത്മാക്കൾക്കും മംഗളം ഉണ്ടാകണം. കുമാരിമാരെ കുറിച്ചിട്ട് ഇങ്ങനെ പാടപ്പെട്ടിട്ടുണ്ട്, 21 ജന്മത്തേക്ക് 21 കുലത്തെ ഉദ്ധാരിക്കുന്നവരാണ് എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പകുതി കൽപ്പം എന്ന് പറയുമ്പോൾ 21 കുലം വന്നുല്ലോ, അതാ ബാബ പറയുന്നത്. തോ ഏസി കുമാരിയാം ഹോ ജോ 21 കുൽ കാ കല്യാൺ കരേങ്കി വഹ് ഹാത്തുടാവോ, ബാബ പറയുന്നത് 21 കുലത്തിന്റെ മംഗളം ചെയ്യുന്നവരായി മാറുന്നുള്ള കുമാരിമാര് കൈ ഉയർത്തു എന്ന് പറയാം. ഏക് പരിവാർ കാ നഹി, ഒരു പരിവാരത്തിൻ്റെതല്ല, 21 പരിവാരോം കാ 21 കുടുംബത്തിന്റെ, അതായത് കുടുംബത്തിന് 21 ആ കുലം, അതാണ് പറയുന്നത്. കരേങ്കി, നിങ്ങൾ ചെയ്യുമോ? ദേക്കോ आपका नाम नोट होगा और फिर देखा जाएगा कि रहम दिल है या कोई हिसाब किताब रहा हुआ है. ബാബ പറയണ നോക്കൂ, നിങ്ങളുടെ പേരെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പിന്നീട് നോക്കുന്നു പറയാത്, പിന്നീട് ബാബ ചെക്ക് ചെയ്യും, നിങ്ങൾ ദയാഹൃദയരായിട്ട് മാറിയിട്ടുണ്ടോ അതോ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കർമ്മക്കണക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ. ബാബ അത് ചെക്ക് ചെയ്യുന്നു പറയാം പിന്നീട്. अभी समय सूचना दे रहा है कि समय के पहले तैयार हो जाओ. ഇപ്പൊ സമയം സൂചന നൽകുന്നത് എന്താണ്? സമയത്തിന് മുന്നേ തയ്യാറാകൂ. समय को देखते रहेंगे तो समय बीत जाएंगे, इसलिए लक्ष्य रहो कि हम सभी विश्व कल्याणी रहमदिल बाप के बच्चे रहमदिल है. അപ്പൊ ബാബ പറയാന്ന്, അതായത് സമയം നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നാൽ സമയം പോകും. അതായത് സമയപ്രമാണം ബാബ എന്താ പറയുക, സമയം സൂചന നൽകുന്നത് സമയത്തിന് മുൻപേ റെഡിയാകണം എന്നാണ്. അപ്പം നിങ്ങൾ സമയം വരാൻ കാത്തു നിൽക്കുക, അങ്ങനെയാണെങ്കിൽ എന്താണ്, സമയം പെട്ടെന്ന് പോകും. അതുകൊണ്ട് ഇങ്ങനെയൊരു ലക്ഷ്യം വെക്കാൻ പറയാണ് ബാബ. അതായത് ഞങ്ങളെല്ലാവരും വിശ്വകല്യാണകാരി ദയാഹൃദയനായ ബാബയുടെ കുട്ടികൾ ദയാഹൃദയരാണ്. അപ്പൊ ബാബ എങ്ങനെയാണോ വിശ്വകല്യാണകാരി, ബാബ എങ്ങനെയാണോ രഹംദിൽ, അതുപോലെ തന്നെ ഞങ്ങൾ കുട്ടികളും രഹംദിലാണ്. ആ ഒരു എന്താണ് ബാബ പറയുന്നത്, ലക്ഷ്യം വെക്കൂ എന്ന് പറയാ ബാബ. ടീക് ഹേന, ശരിയല്ലേ.
രഹംദിൽ ഹോന അതായത് ദയാഹൃദയരല്ലേ. രഹംദിൽ ഓർ ബനോ അതായത് ഒന്നുകൂടെ നിങ്ങൾ ദയാഹൃദയരായി മാറൂ. തോട ഓർ തീവ്രഗതിസേ ബനോ അതായത് വളരെ തീവ്രഗതിയിൽ നിങ്ങൾ ഒന്നുകൂടെ നിങ്ങൾ ദയാഹൃദയരായി മാറൂ എന്ന് പറയാം. കുമാരിയം കോത്തോ ബാപ്പ് കാ ബഹുത്ത് സഹജ് തത്ത് മിൽത്താ ഹേ. കുമാരിമാർക്കാണെങ്കിൽ ബാബയുടെ സിംഹാസനം വളരെ സഹജമായിട്ട് ലഭിക്കുന്നു എന്ന് പറയാം. ദേഖേംഗെ നയേ വർഷമേം ക്യാ കമാൽ കർക്കെ ദിക്കാത്തി ഹോ. ഇപ്പൊ ബാബ പറയാം, നോക്കാം നിങ്ങൾ പുതിയ വർഷത്തില് എത്രമാത്രം നിങ്ങൾ അത്ഭുതം ചെയ്ത് കാണിക്കുന്നുണ്ട് എന്ന് നോക്കാമെന്ന് ബാബ പറയാം. അച്ഛാ, ഇനി മീഡിയ അതായത് മീഡിയയിൽ നിന്ന് 108 രത്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അവരോടാണ് ഇനി ബാബ അടുത്തത് സംസാരിക്കുന്നത്. അച്ഛാ ഹേ മീഡിയ വാല കമാൽ കർക്കെ ദിക്കാവേ ജോ സബ്കെ ബുദ്ധി മേം ആവേ കി ബാപ്പ് സെ വർഷ ലേനാ ഹി ഹേ. അപ്പം ബാബ പറയുന്നത് മീഡിയക്കാര് വളരെയധികം അത്ഭുതം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതായത് എല്ലാവരുടെ ബുദ്ധിയിലും ഇങ്ങനെ വരണം, അതായത് ഞങ്ങൾക്കും ബാബയിൽ നിന്നും സമ്പത്തെടുക്കണം. കോയി വഞ്ചിത് നെഹി രഹ് ജായേ അതായത് ആരും വഞ്ചിക്കപ്പെടരുത്. മീഡിയ കാ കാം ഹി ഹേ ആവാസ് ഫൈലാന അതായത് മീഡിയയുടെ ജോലി തന്നെ എന്താണ്, അതായത് ഈ ഒരു ശബ്ദം വ്യാപിപ്പിക്കുക. എന്ത് ശബ്ദം? ബാബ വന്നിരിക്കുന്നെന്നും ബാബയിൽ നിന്നും സമ്പത്തെടുക്കണം, ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ വ്യാപിപ്പിക്കുക എന്നതാണ് മീഡിയയുടെ ജോലി. തോ യഹ് ആവാസ് ഫൈലാവോ കി ബാപ്പ് സെ വർഷ ലേലോ. അപ്പം ബാബ പറയാണ്, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ശബ്ദം നിങ്ങൾ എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കൂ, അതായത് ബാബയിൽ നിന്നും സമ്പത്ത് എടുക്കണം. കോയി വഞ്ചിത് നെഹി രഹ് ജായേ ആരും വഞ്ചിക്കപ്പെടരുത്. അഭി വിദേശ് മേം ഭി മീഡിയ കാ പ്രോഗ്രാം ചൽത്താ രഹ്താ ഹേന. ബാബ പറയാ, ഇപ്പൊ വിദേശത്തും മീഡിയയുടെ പ്രോഗ്രാമുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? അച്ഛാ ഹേ വളരെ നല്ലത്. ഭിന്ന ഭിന്ന രൂപ സേ ജോ പ്രോഗ്രാം രഹ്താ ഹേ തോ അച്ഛേ ഇൻട്രസ്റ്റ് ഹോത്തെ ഹേ. ബാബ പറഞ്ഞ ഭിന്ന ഭിന്ന രൂപത്തിൽ നിങ്ങൾ എങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെയാണോ വെക്കുന്നത് അപ്പം അത്രയും വളരെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റും വരുന്നു എന്ന് പറയാം ബാബ. അച്ഛാ കർ രഹേ ഹേ ഓർ കർത്തേ രഹേങ്കെ ഓർ സഫലത തോ ഹേ ഹി. ബാബ പറയുന്നത് നന്നായി ചെയ്യുന്നുമുണ്ട്, അതുപോലെ നന്നായി തന്നെ ചെയ്തുകൊണ്ടിരിക്കൂ, അതുപോലെ തന്നെ സഫലതയും നേടിക്കൊണ്ടിരിക്കൂ. सभी वर्ग वाले जो भी सेवा कर रहे हैं बाप दादा के पास समाचार आता रहता है. ബാബ പറയുന്നത് എല്ലാ വിഭാഗത്തുള്ളവരും അവരവരുടെ സേവനം ചെയ്യുന്നുണ്ടല്ലോ, അതെല്ലാം ബാബ് ദാദയുടെ അടുത്ത് അതിൻ്റെ എല്ലാ വാർത്തകൾ വരുന്നുണ്ട്. ഹർ വർഗ് കി അപ്പനി അപ്പനി സേവാ കെ സാധൻ ഓർ സേവാ കി रूपरेखा है, लेकिन यह देखा कि वर्ग अलग अलग होने से हर वर्ग एक दो से रस भी करते हैं. അപ്പോൾ ബാബ പറയാണ്, ഓരോ വിഭാഗത്തിലുള്ളവരും അവരവരുടെ സേവനത്തിൻ്റെ സാധനവും അതുപോലെ തന്നെ സേവനത്തിൻ്റെ രൂപരേഖയും എല്ലാം അവരവരുടെ പക്കലുണ്ട്. പക്ഷേ ബാബ ഇങ്ങനെ കാണുകയാണ്, അതായത് വിവിധ തരത്തിലുള്ള വിഭാഗമായതുകൊണ്ട് തന്നെ ഓരോ വിഭാഗത്തിലുള്ളവരും പരസ്പരം മത്സരിക്കുന്നുണ്ട് എന്ന് പറയാ ബാബ. അച്ഛാഹേ നല്ലത്. റീസ് നെഹി കർണ റേസ് ബലേ കരോ. അതായത് നിങ്ങൾ പരസ്പരം നിങ്ങൾ എന്താകരുത്, വിദ്വേഷ വെറുപ്പ് അങ്ങനെയൊന്നും പാടരുത്, അങ്ങനെയൊന്നും വരരുത്. നിങ്ങൾ മത്സരിച്ചോളൂ, പക്ഷേ നിങ്ങളത് എന്തിലേക്ക് വരരുത്, പരസ്പരം വഴക്കിലേക്കോ അങ്ങനെ വിദ്വേഷം അങ്ങനെയൊക്കെ വരില്ല, അതിലേക്ക് വരരുത്. പക്ഷെ നിങ്ങൾ മത്സരിച്ചോളൂ. हर वर्ग की रिजल्ट वर्ग की सेवा के बाद आई. VIP संपर्क में काफ़ी आए हैं, अभी മൈക്ക് നെഹിലായേ. അപ്പോൾ ബാബ പറയണത് ഓരോ വിഭാഗക്കാരുടെയും റിസൾട്ട് നോക്കുകയാണെങ്കിൽ അവർ VIP ധാരാളം അവരുടെ സമ്പർക്കത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ബാബ പറയുന്നത് മൈക്ക് റെഡി ആയിട്ടില്ല, മൈക്കിന് നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ല.
ലേക്കിൻ സംബന്ധ സമ്പർക്കമേ ആയേ ഹേ, സംബന്ധ സമ്പർക്കത്തിലേക്കൊക്കെ വി ഐ പികൾ വന്നിട്ടുണ്ട്. പക്ഷെ മൈക്കാകണം അല്ലെ, മൈക്കായിട്ട് അവർ പറയണം ബാബയെക്കുറിച്ച്. അപ്പോഴാണല്ലോ അത്രയും സ്പ്രെഡ് ആവാം. കൂടുതലും പറയില്ലേ, വി ഐ പികൾ മൈക്കായി നിന്ന് അവർ ബാബയെക്കുറിച്ചുള്ള 2 വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ അത്രയും പേരപ്പോൾ ബാബയുടെ കുട്ടികളായിട്ട് വരും. അപ്പം മൈക്ക് റെഡി ആയിട്ടില്ല, പക്ഷെ സംബന്ധ സമ്പർക്കത്തിലേക്കൊക്കെ ഈ ഓരോ വിഭാഗത്തിലുള്ള കുട്ടികളുടെയും സേവനം മൂലം സംബന്ധ സമ്പർക്കത്തിലേക്ക് വി ഐ പികളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം ബാബ. അതിലും വളരെ നല്ലതെന്ന് പറയാം ബാബ. ബാബ് ദാദ എക്സസൈസ്, ബാബ് ദാദ വാലി എക്സസൈസ് യാദ് ഹേ, ബാബ് ദാദ തന്ന എക്സസൈസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അബി അബി നിരാകാരി, അബി അബി ഫരിഷ്ത, യഹ് ഹേ ചലത്തെ ഫിർത്തെ ബാപ്പ് ഓർ ദാദാ കെ പ്യാർ കാ റിട്ടേൺ. അപ്പൊ ബാബ പറയുന്നത് ഇപ്പോ നിരാകാരി, ഇപ്പോ ഫരിസ്ത. ഇതാണ് നിങ്ങൾ നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴൊക്കെ ബാബയ്ക്കും ദാദയ്ക്കുമുള്ള സ്നേഹത്തിനായിട്ടുള്ള റിട്ടേൺ അല്ലെ. ബാബയും നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ദാദയും സ്നേഹിക്കുന്നുണ്ട്. അവരെ സ്നേഹത്തിന് റിട്ടേൺ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഇപ്പോ നിരാകാരി, ഇപ്പോ ഫരിസ്ത, ആ ഒരു അഭ്യാസം. തോ അബി അബി യഹ് റുഹാനി എക്സസൈസ് കരോ. അപ്പൊ നിങ്ങൾ ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ ഈ ആത്മീയ എക്സസൈസ് നിങ്ങൾ ചെയ്യൂ. സെക്കൻഡ് മേം നിരാകാരി, സെക്കൻഡ് മേം ഫരിഷ്ത. അതായത് ഒരു സെക്കൻഡിൽ നിരാകാരിയാകാം, സെക്കൻഡിൽ ഫരിസ്തയായി മാറാം. ബാബ് ദാദാനെ ഡ്രിൽ കരായി, ബാബ് ദാദ ഡ്രിൽ ചെയ്യിച്ചു. അച്ഛ ചലത്തെ ഫിർത്തെ സാരെ ദിൻ മേം യഹ് എക്സസൈസ് ബാപ്പ് കി സഹജ് യാദ് ദിലായെങ്കി. ബാബ പറയാണ്, നിങ്ങൾ നടക്കുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴൊക്കെ മുഴുവൻ ദിവസവും നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാബയെ വളരെ സഹജമായിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ ബാബ ഉണ്ടായിരിക്കും. ഈ ഒരു എക്സസൈസ്, അതായത് ഇപ്പോ ഫരിസ്ത, ഇപ്പോ നിരാകാരി, ഈ ഒരു എക്സസൈസ് നിങ്ങൾ മുഴുവൻ ദിവസത്തിലും നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ചുറ്റിക്കറങ്ങുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബാബയുടെ ഓർമ്മ സഹജമായിട്ട് നിങ്ങളിൽ ഉണ്ടാകുമെന്ന് പറയാ ബാബ. चारों ओर के बच्चों की याद സബി തരഫ് സെ ബാബ് ദാദാക്കോ പഹുഞ്ചി ഹേ. അത് 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ ഓർമ്മയെല്ലാം പല രൂപത്തിലും പല തരത്തിൽ ബാബയുടെ അടുത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഹർ ഏക് ബച്ച സമജ്താ ഹേ ഹമാരി യാദ് ദേന, ഹമാരി യാദ് ദേന. ഓരോ കുട്ടിയും എന്താണ് മനസ്സിലാക്കുന്നത്? എൻ്റെ ഓർമ്മ കൊടുക്കണം ബാബയ്ക്ക്, എൻ്റെ ഓർമ്മ കൊടുക്കണം. കോയി പത്രദ്വാര ഭേജത്തെ, कोई कार्ड द्वारा, कोई मुख द्वारा, लेकिन बाप दादा चारों ओर के बच्चों को एक एक को नैनों में समाते हुए याद का റെസ്പോൺസ് പദമ ഗുണം യാദ് പ്യാർ ദേ രഹേ ഹേ. അപ്പോൾ ബാബ പറയുന്നത്, ഇപ്പോൾ ഓരോ കുട്ടിയുടെയും ആഗ്രഹം എൻ്റെ ഓർമ്മ ബാബയ്ക്ക് കൊടുക്കണം, എൻ്റെ ഓർമ്മ കൊടുക്കണം. അതിനായിട്ട് ചിലരെന്താണ് എഴുത്തിൻ്റെ രൂപത്തിൽ അല്ലേ, എഴുത്തായിട്ട് എഴുതിയിട്ടുണ്ട്, ചിലർ കാർഡായിട്ടും, ചിലർ പറഞ്ഞിട്ടും വായ കൊണ്ട് പറഞ്ഞിട്ടൊക്കെ പല രൂപത്തിൽ ബാബ്ദാദയുടെ അടുത്ത് ഓർമ്മ വന്നിട്ടുണ്ട്. പക്ഷേ ബാബ്ദാദ പറയുന്നത് 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ എല്ലാ കുട്ടികളെയും ബാബ്ദാദ എന്താ ചെയ്തത്? ഓരോ കുട്ടിയെയും ബാബ്ദാദ തൻ്റെ നയനങ്ങളിൽ ലയിപ്പിച്ച് ബാബ അവർക്ക് ആ സ്നേഹസ്മരണ കൊടുക്കാണ്. അവരുടെ ബാബയെ ഓർമ്മിക്കുന്നു എന്നതിനുള്ള അവർ ബാബയ്ക്ക് ഏതൊക്കെ പ്രകാരത്തിലാണോ ബാബയ്ക്ക് അവർ കാർഡുകൾ അയച്ചതും അതുപോലെ തന്നെ എന്താണ് പത്രം എഴുത്തെഴുതിയിട്ടും ഒക്കെ അവർ ബാബനെ ഓർമ്മിച്ചുല്ലോ. അതിന് പകരമായിട്ട് ബാബ എന്താ ചെയ്തത്? ഓരോ കുട്ടിയെയും തൻ്റെ കണ്ണുകളിൽ ലയിപ്പിച്ചുകൊണ്ട്, തൻ്റെ നയനങ്ങളിൽ ലയിപ്പിച്ചുകൊണ്ട് ബാബ അവർക്ക് തിരിച്ച് കോടി കോടി യാദ് പ്യാർ നൽകിക്കൊണ്ടിരിക്കുക. ബാബ് ദാദാ ദേഖ് രഹേ ഹേ കി ഇസ് സമയ് കിത്നാ ഭി ബജാ ഹേ, ലേക്കിൻ മെജോറിറ്റി സബ്കെ മൻ മേ മധുബൻ ഓർ മധുബൻ കാ ബാബ് ദാദാ ഹേ. അപ്പോൾ ബാബ പറയുന്നത്, ഇപ്പോൾ എത്ര സമയമായിക്കോട്ടെ, ബാബ പറയണത് ഇപ്പോൾ നിങ്ങൾ സമയം നോക്കുമ്പോൾ എത്ര സമയം ആയിക്കോട്ടെ, പക്ഷേ മജോറിറ്റി കുട്ടികളുടെയും എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും എന്താണ്? മധുബനവും മധുബനത്തിലെ ബാബ്ദാദയും. അച്ഛാ ചാരോം ഓർക്കെ തീനോം തക്തനശീൻ സ്വരാജ്യ അധികാരി ബച്ചോം കോ സദാ
बाप दादा को रिटर्न बाप समान बनने वाले बच्चों को, सदा रिटर्न जर्नी के स्मृति स्वरूप बच्चों को, सदा संकल्प वाणी और कर्म में फॉलो फादर करने वाले हर एक बच्चे को बाप दादा का बहुत 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 याद प्यार और नमस्ते. അപ്പം ബാബ എന്ന് യാദ് പ്യാറും നമസ്തേയും പറയുന്ന ഒരുപാട് ടൈറ്റിലുകൾ ബാബ തന്നിട്ടുണ്ട്. അതായത് 4 ഭാഗത്തുമുള്ള, അതായത് ബാബ പറയുന്നത് 3 സിംഹാസനധാരി കുട്ടികൾ. 3 സിംഹാസനം ബാബ ഏതൊക്കെ പറഞ്ഞത്? ബാബയുടെ ഹൃദയ സിംഹാസനം 1, പിന്നെന്താണ് വിശ്വസിംഹാസനം, പിന്നെ ഭൃഗുടി സിംഹാസനം. അപ്പം ഈ 3 സിംഹാസനധാരി കുട്ടികൾക്ക്, സ്വരാജ്യ അധികാരിയായിട്ടിരിക്കുന്ന കുട്ടികൾക്ക്, അതുപോലെ സദാ ബാബ്ദാദയ്ക്ക് റിട്ടേൺ ആയിട്ട് ബാബയ്ക്ക് സമാനമായി മാറുന്ന കുട്ടികൾക്ക്, അതുപോലെ സദാ അവർ റിട്ടേൺ ജേണിയുടെ സ്മൃതി സ്വരൂപരായിട്ടിരിക്കുന്ന കുട്ടികൾക്ക്, സദാ സങ്കല്പം വാക്ക് കർമ്മം ഈ 3ലും ബ്രഹ്മബാബയെ ഫോളോ ചെയ്യുന്ന ഓരോ കുട്ടികൾക്കും ബാബ്ദാദ വളരെയധികം യാദ് പ്യാർ, ബഹുത്ത് 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 യാദ് പ്യാറും നമസ്തയും തരാം. ഹം रूहानी बच्चों की रूहानी माता पिता बाप दादा को याद प्यार, गुड मॉर्निंग और नमस्ते. ഇനി ബാബ വരദാനം പറയാണ്. സർവ ആത്മാവോ में अपनी शुभ भावना का बीज डालने वाले മാസ്റ്റർ ദാതാ ഭവ. അതായത് സർവ ആത്മാക്കളിലും തൻ്റെ ശുഭഭാവനയുടെ ബീജം വിതയ്ക്കുന്ന മാസ്റ്റർ ദാതാവായി ഭവിക്കട്ടെ. ബാബ പറയണ ഫൽ കാ इंतजार ना कर, आप अपनी शुभ भावना का बीज हर आत्मा में डालते चलो. ബാബ പറയുന്നത് നിങ്ങൾ ഫലം പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ശുഭഭാവനയുടെ ബീജം ഓരോ ആത്മാവിലും വിതച്ചുകൊണ്ടിരിക്കൂ. സമയ പർ സർവ ആത്മാവും കാ ജഗനാ ഹി ഹേ. അതായത് സമയമാകുമ്പോൾ എല്ലാ ആത്മാക്കളും ഉണരേണ്ടതുണ്ട്. കോയി ഒപ്പോസിഷൻ ബി കർത്താ ഹേ തോ ബി ആപ്കോ രഹം കി ഭാവന നെഹി ചോഡ്നി ഹേ. ഇപ്പം ആരെങ്കിലുമൊക്കെ നമ്മളെ എതിർക്കുന്നവരായിരിക്കും. പക്ഷെ ബാബ പറയുന്നത് താങ്കളുടെ ആ ദയാഭാവനയുണ്ടല്ലോ അതൊരിക്കലും ഉപേക്ഷിക്കരുത്. യഹ് ഒപ്പോസിഷൻ ഇൻസൾട്ട് ഗലിയാം കാം കരേഗി ഓർ അച്ഛാ ഫൽ നിക്കലേഗ. അപ്പോൾ ബാബ പറയണത് ഈ എതിർപ്പുകൾ, ഈ ഇൻസൾട്ട്, ഈ അപമാനങ്ങൾ, ഈ ഗ്ലാനി ചെയ്യൽ, ഇതെല്ലാം കാം കരേഗി ഓർ അച്ഛാ ഫൽ നിക്കലേഗ. ഇതെല്ലാം വളത്തിൻ്റെ ജോലി ചെയ്യുമെന്ന് പറയാം ബാബ. വളം ചെല്ലുമ്പോൾ എന്താണ്? നല്ല ഫലം ഉണ്ടാകും അല്ലേ? അപ്പോൾ ഈ ഒപ്പോസിഷൻ, എതിർപ്പുകളും അപമാനങ്ങൾ തരിക, എതിർപ്പുകൾ, ഗ്ലാനി നൽകുക, ഇതെല്ലാം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട. അതെല്ലാം എന്തിൻ്റെ ജോലി ചെയ്യും? വളത്തിൻ്റെ ജോലി ചെയ്യും. അതുപോലെ തന്നെ അത് അച്ഛാ ഫൽ നിക്കലേക, നല്ല ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. ജിത്തന ഗാലി ദേത്താ ഹേ ഉത്തന ഗുൺ ഗായേങ്കെ. എത്രത്തോളം നിങ്ങളെ അവർ ഗ്ലാനി ചെയ്യുന്നുവോ അത്രയും നിങ്ങളുടെ ഗുണഗാനം പാടുമെന്ന് പറയാം. इसलिए हर आत्मा को अपनी वृत्ति द्वारा, वाइब्रेशन द्वारा, वाणी द्वारा മാസ്റ്റർ ദാതാ ബൻ ദേത്തേ ചലോ. അപ്പോൾ ബാബ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോ ആത്മാവിനും നിങ്ങളുടെ വൃത്തിയിലൂടെ, വൈബ്രേഷനിലൂടെ, വാക്കുകളിലൂടെ മാസ്റ്റർ ദാതാവായി മാറി കൊടുത്തുകൊണ്ടേ പോരൂ. അപ്പം നമ്മളെപ്പോഴും എന്ത് തരത്തിലുള്ള ആത്മാവുമായിക്കോട്ടെ, നമ്മളെ എതിർക്കുന്നവരോ നമ്മളെ അപമാനിക്കുന്നവരോ നമുക്ക് ഗ്ലാനി ചെയ്യുന്നവരോ എങ്ങനെയുള്ള ആത്മാവുമായിക്കോട്ടെ, പക്ഷെ നമ്മൾ എന്ത് വേണം അവരിൽ വിതയ്ക്കാൻ? ശുഭഭാവനയുടെ ബീജമായിരിക്കണം അവരിൽ വിതയ്ക്കാൻ. അപ്പോൾ ഈ ബീജം അത് ഒരിക്കലും ഉണരുക തന്നെ ചെയ്യുമെന്ന് പറയാം ബാബ. അപ്പോൾ അതാ ബാബ പറയുന്നത്, ഈ ഒപ്പോസിഷൻ ആയാലും ഇൻസൾട്ട് ആയാലും ഗ്ലാനി ആയാലും എന്തുണ്ടാക്കും? വളത്തിൻ്റെ ജോലി ചെയ്യും.
വളത്തിൻ്റെ ജോലി ചെയ്യുന്ന പറയുമ്പോൾ അത് അവരിൽ നിന്നും വളരെ നല്ല ഫലം പുറപ്പെടുക തന്നെ ചെയ്യും. അപ്പം എത്രമാത്രം അവർ ഗ്ലാനി ചെയ്യുന്നുവോ അത്രയും ഗുണഗാനം പാടുക തന്നെ ചെയ്യും. ബാബ പറയുന്നതാണിത്. അപ്പം നമ്മൾ എന്താ വേണ്ടേ? നമ്മുടെ വൃത്തിയിലൂടെ, മനോഭാവത്തിലൂടെ, അതുപോലെ നമ്മളിൽ നിന്നുള്ള വൈബ്രേഷനിലൂടെ, അതുപോലെ നമ്മുടെ വാക്കുകളിലൂടെ നമ്മളെ സദാ എന്തായിരിക്കണം? മാസ്റ്റർ ദാതാവായി മാറി കൊടുത്തുകൊണ്ടേ പോകണം. ശുഭഭാവന മാത്രമായിരിക്കണം നമ്മളിൽ നിന്ന് വരേണ്ടത്. ഈ ബാബ സ്ലോഗൻ പറയാണ്, സദാ പ്രേം സുഖ് ശാന്തി और आनंद के सागर में समाये हुए बच्चे ही സച്ചേ തപസ്വി ഹേ. ഇത് ബാബ പറയുന്ന സദാ നിരന്തരം പ്രേമത്തിൻ്റെ, സുഖത്തിൻ്റെ, ശാന്തി, ആനന്ദം ഇതിൻ്റെ എല്ലാം സാഗരത്തിൽ ലയിച്ചിരിക്കുന്ന, സദാ ലയിച്ചിരിക്കുന്ന കുട്ടികൾ തന്നെയാണ് സത്യമായ തപസ്വി കുട്ടികൾ. ബാബ സ്ലോഗൻ പറയുന്നത്. പിന്നെ ഇന്ന് സൂചനയുണ്ട്. ആജ് മാസ് കാ തീസര രവിവാർ अंतर्राष्ट्रीय योग दिवस है. सभी ब्रह्मावल्स संगठित रूप में सायं 6:30 से 7:30 बजे तक विशेष वरदाता भाग्य विदाता बाप दादा के साथ कंबाइंड स्वरूप में स्थित हो अव्यक्त वदन से सर्व आत्माओं को सुख शांति का वरदान देने की सेवा करे. അപ്പോൾ ബാബ ഇന്ന് വിശേഷമായിട്ട്, അതായത് 3-ാമത്തെ ഞായറാഴ്ച അന്താരാഷ്ട്ര യോഗ ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അതിൽ എല്ലാ കുമാരിമാരും സന്ധ്യയ്ക്ക് 6:30 മുതൽ 7:30 വരെയുള്ള സമയത്ത് വിശേഷമായിട്ടുള്ള ഈ യോഗം ചെയ്യാനാണ് ബാബ പറയുന്നത്. അത് ബാബ്ദാദയുടെ കൂടെ കമ്പൈൻഡ് സ്വരൂപത്തിലിരുന്നു കൊണ്ട്, ആ സ്ഥിതിയിലിരുന്നു കൊണ്ട്, അതായത് അവ്യക്ത വദനത്തിൽ നിന്നും എല്ലാ ആത്മാക്കൾക്കും സുഖത്തിൻ്റെയും ശാന്തിയുടെയും എല്ലാം വരദാനം കൊടുക്കുന്ന ആ സേവനം ചെയ്യണമെന്ന് പറയാണ് ബാബ. ഇന്ന് വിശേഷിച്ചിട്ടും ബാബ പറയുന്നത്. ഇനി ഇന്നത്തെ സ്വമാനം സഫലതാമൂർത്തിയാകും. അതാണ് ഈ മാസം ബാബ നമുക്ക് തന്നിട്ടുള്ള അവ്യക്ത ഇഷാര. അത് ഇന്ന് നവംബർ 17. സദാ നാം ഒന്നാണ്. ഈ മുദ്രാവാക്യമാണ് സഫലതയുടെ മാർഗം. ഏകതയും ഏകാഗ്രതയും. ഇത് ഏതൊരു കാര്യത്തിലും സഫലതയുടെ ശ്രേഷ്ഠ ഭുജങ്ങളാണ്. ഒരു കാര്യം നമുക്ക് സഫലത വേണം എങ്കിൽ അതിൻ്റെ 2 ഭുജങ്ങൾ ബാബ പറയുന്നത് എന്താണ്? ഏകത, ഏകാഗ്രത. ഏകാഗ്രത അർത്ഥം സദാ നിർവ്യർത്ഥ സങ്കല്പം, നിർവികൽപ്പം. എവിടെ ഏകതയും ഏകാഗ്രതയും ഉണ്ടോ അവിടെ സഫലത കഴുത്തിലെ മാലയാണ്. അവിടെ പിന്നെ നമുക്ക് സഫലത ഉണ്ടാകുമോ ഇല്ലയോ? അതിനൊന്നും കുറിച്ചിട്ട് ഓർക്കേണ്ട കാര്യമില്ല. ഏകതയുണ്ടോ ഏകാഗ്രതയുണ്ടോ അവിടെ സഫലത കഴുത്തിലെ മാലയാണ്. പിന്നെ ബാബ ആര് നിർവ്യർത്ഥവും നിർവികൽപ്പവുമായ സ്ഥിതിയിൽ കഴിയുന്നുവോ അവരിലൂടെ ബ്രാഹ്മണനിൽ നിന്ന് മാലാഖാ സ്വരൂപത്തിൻ്റെ സാക്ഷാത്കാരം ഉണ്ടാകുന്നു. അപ്പം നമ്മൾ ബ്രാഹ്മണാത്മാക്കള് ആരാണോ നിർവ്യർത്ഥവും നിർവികൽപ്പവുമായ സ്ഥിതിയിൽ കഴിയുന്നത് അവരിൽ നിന്നും എന്താണ് മറ്റുള്ളവർക്ക് സാക്ഷാത്കാരം ലഭിക്കുക? മാലാഖാ സ്വരൂപം, അതിൻ്റെ സാക്ഷാത്കാരം ലഭിക്കുന്ന ബാബ പറയാം. അതാണ് ഇന്നത്തെ അവ്യക്ത ഇഷാര. നമുക്കൊരു മിനിറ്റ് ബാബയെ ഓർമ്മിക്കാം.
ഓം ശാന്തി.